നമ്മൾ പടച്ച് എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണ്ടി തന്ന അള്ളാഹുവിനോട് നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചാൽ, നമ്മളൊക്കെ കാര്യമായിട്ട് പറയും ഞാനൊരു ദിവസം 5 നേരം മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളാണ് എന്നാണ് നമ്മളൊക്കെ സാധാരണ പറയില്ല. പക്ഷെ ഈ 5 നേരത്തെ നിസ്കാരം എന്തെങ്കിലും ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു സെക്കൻഡ് വിടാതെ അള്ളാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിരുന്നാൽ പോലും അള്ളാഹു തന്നതിന് പകരമായി ആ ആരാധനയെ തുലനം ചെയ്ത് സ്വർഗത്ത് പോവാൻ ആ ആരാധന മതിയാവില്ല എന്നാണ്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അക്രമഹുല്ലാഹ്, ഉസ്മാൻ ബിൻ മദ്ഊനിനെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട് എന്നാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്? അവര് തെറ്റിദ്ധരുത്തുന്നുണ്ട്, ആ സഹോദരി തെറ്റിദ്ധരുത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉസ്മാൻ ബിൻ മദ്ഊനിന് അള്ളാഹു ഖൈർ നൽകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അള്ളാഹുവാണ് സത്യം, വഅന റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണ്. പക്ഷേ ഈ മുഹമ്മദ് എന്ന ഞാനും പോലും നാളെ പരലോകത്തെ രക്ഷപ്പെടില്ല. ഇല്ലാ അയ്യതഅമ്മദനി അല്ലാഹു റബ്ബി ബിറഹ്മതി, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഈ ഞാൻ പോലും രക്ഷപ്പെടില്ല എന്നാണ്. അതായത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത ആരാധനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എത്രയും നമ്മൾ എത്രയും ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ആ പ്രവാചകന്റെ ആരാധനകൾ അല്ലാഹ് തന്ന നിഅമത്തിന് പകരമായി കണക്കാക്കിയിട്ട് സ്വർഗത്ത് പോകണം എന്ന് തീരുമാനിച്ചാൽ മുഹമ്മദ് എന്ന ഞാൻ പോലും രക്ഷപ്പെടില്ല, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആരാധന സത്യത്തിൽ ഒന്നുമല്ല. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആള് നിസ്സാരണക്കാരനല്ല. ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പുതുമണവാട്ടിയെ കാണാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഹൗല ഒരു പുതുമണവാട്ടിയുടെ മുഞ്ച് അവരിൽ കാണില്ലേ. എന്ത് പറ്റി ഹൗല എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അണിഞ്ഞൊരുങ്ങാനുള്ളത്? എന്റെ ഭർത്താവാകുന്ന ഉസ്മാൻ ബിൻ മദ്ഊനിന് എന്നെ വേണ്ട എന്നാണ്. ആയിഷ ബീവി അള്ളാന്റെ ഹബീബിനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം പകല് മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ ഇങ്ങനെ നിസ്കാരം, അങ്ങനെ ഇബാദത്ത് എടുക്കുന്ന മനുഷ്യനാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ മദ്ഊനെ വിളിപ്പിച്ച് ചോദിച്ചു, ഞാൻ ഈ കേട്ടത് സത്യമാണോ? അദ്ദേഹം പറഞ്ഞു, അതേ റസൂലേ, സൂറത്ത് വാഖിയ അവതീർണമായതിനു ശേഷം എനിക്ക് ഉറങ്ങാൻ കഴിയണില്ല നബിയേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി തീർന്നത് എന്നാണ്. സൂറത്ത് വാഖിയ ഇറങ്ങിയത് മുതൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, അതുമിനു ബിമാ നുമിനു യാ ഉസ്മാൻ, നമ്മളെ വിശ്വസിക്കുന്ന ദീനിലല്ലേ ഉസ്മാനെ നീയും വിശ്വസിക്കുന്നത്? ആ ഖുർആൻ ഇറങ്ങിയത് എനിക്കല്ലേ ഉസ്മാൻ? ആ ഞാൻ ആരാധന ചെയ്യുന്നുണ്ട് ഉസ്മാൻ, കുടുംബ ജീവിതം നയിക്കുന്നുണ്ട് ഉസ്മാൻ, അതുകൊണ്ട് നിന്റെ ഭാര്യയെ സന്തോഷിപ്പിച്ചിട്ടല്ലാതെ എന്റെ മുമ്പിലൂടെ കടന്നു വരാന് പാടില്ല ഉസ്മാൻ. ആലോചിച്ചൊക്കെ അങ്ങനെ ആരാധന ചെയ്ത ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അള്ളാഹ് ആദരിച്ചു. പിന്നല്ലേ നമ്മുടെ നാട്ടിലെ അയാള് മഹാനാണ്, ഇയാളുടെ പിന്നെ സിദ്ധി കൊണ്ട് ജാറം പൊന്തിയതാണെന്ന് പറയാൻ. ഇത്രയൊക്കെ ഇബാദത്ത് ചെയ്ത ഉസ്മാൻ ബിൻ മദ്ഊൻ അദ്ദേഹത്തെ അള്ളാഹ് ആദരിച്ചത് ക്രിസ്ത്യൻ സമ്പ്രദായമാണ്, വാഴ്ത്തപ്പെട്ടവൾ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ നിശ്ചയിക്കുന്ന അവരുടെ സമ്പ്രദായമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അള്ളാഹ് ആദരിച്ചു എന്നുള്ളതിന് തെളിവല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ആയുസ്സിലെ നമ്മൾ ചെയ്യുന്ന ആരാധന കൊണ്ട് മാത്രം അള്ളാഹ് തന്നതിന് പകരമായിട്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. പടക്കപ്പെട്ട അന്നു മുതൽ പുനരുദ്ധാരണത്തിന്റെ നാട് വരെ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദിൽ കിടക്കണ മലക്കുകൾ ഉണ്ടെന്നാണ്. അപ്പൊ അവര് നിങ്ങൾ നോക്കി, ഒരു നിമിഷം പോലും അവര് അവധിയിൽ നിന്ന് എണീക്കുന്നില്ല. ഖിയാമത്തിന്റെ സന്ദർഭത്തിൽ അവർ എണീക്കുന്നുണ്ട്. എന്നിട്ട് അവർ അള്ളാഹിനോട് പറയാണ്, അല്ലാഹുവേ, നിന്റെ മജ്ദിന് പകരമായി നിനക്ക് ആരാധന ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലാഹ്. നിന്റെ മഹത്വത്തിന് പകരം നിനക്ക് ആരാധന തരാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, എത്ര അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുമോ
അത്ര ആരാധനകൾ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഇബാദത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയാവുന്ന നമ്മളുടെ ഉത്തരവാദിത്വവും അതിലുപരി ഏറ്റവും അധികം പ്രതിഫലം നേടാൻ ഉതകുന്ന ഒരു മാർഗമാണ് ഇസ്ലാമിന്റെ പ്രബോധനം അഥവാ ഇസ്ലാമിന്റെ ദഅവ എന്ന് പറയുന്നത്. നോക്കി, നമ്മൾ ഒരു വിശ്വാസം നമ്മൾ സ്വീകരിക്കുന്നു, ആ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ നമ്മൾ ക്ഷണിക്കുന്നു. അത് നമ്മളുടെ ഒരു ബാധ്യതയായിട്ട് കടന്നു വരുന്ന ഒന്നാണ്. അതിന്റെ ഒരു രീതിശാസ്ത്രം മാത്രം ഇൻഷാ അല്ലാഹ് ഖുർആൻ അതിന്റെ ഒരു സ്കെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. സൂറത്തുൽ അസ്ർ അറിയാത്തവരാരും ഉണ്ടാവില്ല. അവിടെ ഈ അറബിക് കോളേജിൽ പഠിക്കുന്ന മക്കളൊക്കെ ഖുതുബ പറയാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ തെരഞ്ഞെടുക്കണ ഒരു സബ്ജക്റ്റ് വല്ലസറായിരിക്കും. കാരണം ഈ ചില പള്ളികളുണ്ടല്ലോ, പുതിയ പള്ളികളിലൊക്കെ ഒരു വെള്ളിയാഴ്ച ഒരു ഖത്തീബ് വരും, അടുത്ത വെള്ളിയാഴ്ച വേറെ ഖത്തീബ് വരും. അപ്പൊ കോളേജിൽ നിന്ന് ഇങ്ങനെ കുട്ടികളെങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക ചെയ്യാം. ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ ഖത്തീബ് വന്നിട്ട് വല്ലസർ ഓതി, രണ്ടാമത്തെ വെള്ളിയാഴ്ച അടുത്ത ഖത്തീബ് വന്ന് മൂപ്പരും വല്ലസർ ഓതി, മൂന്നാമത്തെ ആഴ്ച വേറെ ഖത്തീബ് വന്ന്. കോളേജിൽ ട്രെയിനിങ് കൊടുക്കണേലെ ഒരു പ്രധാന ഒരു വിഷയം അതായതുകൊണ്ട് അപ്പൊ നാലാമത്തെ വെള്ളിയാഴ്ച സെക്രട്ടറി പണ്ണു തന്ന് വല്ലസറാണെങ്കിൽ വേണ്ടട്ടോ. അപ്പോ നമ്മള് തമാശ പറഞ്ഞാലും അതൊരു നിസ്സാരമായ വിഷയമല്ല, ഒരുപാട് കാമ്പുണ്ട്. പ്രത്യേകിച്ച് സലഫികളായ നമ്മളൊക്കെ അറിയണ്ടേ, അതിനൊരു അള്ളാഹു നൽകുന്നതിന് കൃത്യമായൊരു സ്കെച്ച്, ഒരു പ്രബോധനത്തിൽ നമ്മൾ അറിയേണ്ട കൃത്യമായൊരു സ്കെച്ച് ഉണ്ട്. അതിൽ നമ്മളുടെ വിശ്വാസം വരുന്നുണ്ട്, നമ്മളുടെ ഇബാദത്ത് വരുന്നുണ്ട്, നമ്മളുടെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം വരുന്നുണ്ട്, പ്രബോധന മേഖലയിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ അല്ലാഹു തആല കടന്നു വരുന്നുണ്ട്. അപ്പോ അതിൽ അല്ലാഹു തുടങ്ങിയ ഒരു ഭാഗം ലവൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വൽ അസ്ർ കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ തീരാ നഷ്ടത്തിലാണ്. നിങ്ങൾ നോക്കി, നമുക്ക് ആരെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹിനെ കൊണ്ടേ പറ്റൂല. അള്ളല്ലാത്ത ഒരു പടപ്പിനെ കൊണ്ടും സത്യം ചെയ്യാൻ പറ്റൂല. കഅബയെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റില്ല. പറ്റും? ഇല്ല. ഒരാൾ പറഞ്ഞില്ല വൽ കഅബ, ഒരിക്കലുമല്ല, ഈ കഅബ തന്നെയാണ് സത്യം. ഇത് കേട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ല തഹ്ലിഫ് ബിഗൈരില്ലാഹ്, റബ്ബല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഖുർആൻ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പറയും ഈ 30 ജുസ് ഖുർആൻ തന്നെയാണ് സത്യം. നിങ്ങൾക്ക് വസ്വാസം ഉണ്ടാവില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം, അള്ളാന്റെ കലാമം കൊണ്ട് സത്യം ചെയ്യാം. നമ്മൾ പറയുന്നത് ഖുർആനല്ല, അള്ളാന്റെ കലാമം കൊണ്ട് സത്യം ചെയ്യല് അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാൻ ഈക്വലാണ്. നേരെ മറിച്ച് ഈ പ്രിന്റഡ് ഖുർആൻ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, മടിയിലിരിക്കുന്ന മക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഖുർആനിൽ നോക്കുമ്പോൾ വൽ അസ്ർ വദ്ദുഹ വല്ലൈലി ഇദാ സജ, അങ്ങനെ ഒരുപാട് സത്യങ്ങളെ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നതാണ്. അതിലൊക്കെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. മനുഷ്യന്റെ ഇബാദത്തിന്റെ മേഖലയിൽ കടന്നു വരുമ്പോൾ അതിനനുയോജ്യമായ സത്യങ്ങൾ നമ്മൾ കടന്നു വരും. ഇപ്പൊ വളരെ സിമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു, എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് വൽ ആദിയാതി ളബ്ഹ, അല്ലേ? വൽ ആദിയാതി ളബ്ഹ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഈറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ. 5 സത്യം അല്ലേ? ഈ 5 സത്യത്തിന്റെ കാമ്പിക്കൂടെ പോയാൽ 6ാമത്തെ ആശയം എന്താണെന്നുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇബാദത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം നന്ദി കെട്ടവരാണ്. എന്താണെന്നറിയോ? വൽ ആദിയാതി ളബ്ഹ, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. അങ്ങനെ തീപ്പൊരികൾ പാറിക്കുന്നവയും തന്നെയാണ് സത്യം. പൊടിപടലങ്ങളെ പൊടിപടലങ്ങളെ പാറിക്കുന്നവ തന്നെയാണ് സത്യം. അതുപോലെ തന്നെ സുബഹിന്റെ നേരത്ത് യുദ്ധം നടത്തുന്നവ തന്നെയാണ് സത്യം. ഫവസത്ന ബിഹി ജംഅ, ശത്രുസേനയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്നവയും തന്നെയാണ് സത്യം. സത്യത്തിൽ ഈ ആയത്തിൽ അല്ലാഹ് സത്യം പറഞ്ഞ ആരെ പറ്റിയിട്ടാണ്? ഒരു കുതിരനെ പറ്റിയിട്ടാണ്. ആ കുതിര കിതച്ചുകൊണ്ട് വേഗത്തിലൂടെ ഓടുന്ന സമയപ്പോഴാണ് സുബഹൻ, മനുഷ്യരെല്ലാം മടിപിടിക്കുന്ന പ്രഭാത സമയത്ത് ഒരു മടിയും കൂടാതെ കുതിര വേഗത്തിലൂടെ ഓടാൻ.
ഓടുന്നതിന്റെ ഫലമായി അവയുടെ കുളമ്പുകളെങ്ങാനും പാറകളിൽ ഉരസുമ്പോൾ തീപ്പൊരികൾ പാറുന്നുണ്ട്. അത്ര വേഗതയുണ്ട്. മറ്റു പൊടിപടലങ്ങളിലൂടെ ഓടുമ്പോൾ, മണൽത്തരികളിലൂടെ ഓടുമ്പോൾ അവയുടെ കുളമ്പുകളുടെ ചാഞ്ചല്യങ്ങൾക്ക് അനുസൃതമായി അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഇങ്ങനെ പാറുന്നുണ്ട്. സ്വന്തം ജീവൻ നോക്കാതെ ശത്രുസേനയുടെ മധ്യത്തിലേക്ക് ആ കുതിര എടുത്ത് ചാടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുതിര ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആ കുതിരയുടെ മനുഷ്യനാകുന്ന യജമാനന് വേണ്ടിയിട്ടാണ്. അതിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹ് പറഞ്ഞൊരു വാക്കാണ്, ഒരു കുതിര അതിനുവേണ്ടി പുല്ല് പറിച്ചു കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന മനുഷ്യനാകുന്ന ഒരു യജമാനന് വേണ്ടി ഒരു കുതിര അതിന്റെ ജീവൻ പോലും ശ്രദ്ധിക്കാതെ ഇത്രയും ത്യാഗം ചെയ്യുമ്പോ അത് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യനാവട്ടെ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. നന്ദി കെട്ടവനാണെന്നല്ല പറഞ്ഞില്ല, നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നോക്കി, അല്ലാഹ് സത്യം ചെയ്യുന്നതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവിടെ കാലത്തെ കൊണ്ടല്ല സത്യം ചെയ്യുമ്പോ കാലം സ്പർശിക്കാതെ ലോകത്തൊന്നുപോലും കടന്നു പോണില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. അത് ദുനിയാവിലെ നഷ്ടമല്ല. ഒരു കച്ചവടത്തിൽ ഒരു നഷ്ടം വന്നാൽ തിരിച്ചെന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ ടേൺ ഓവർ തിരിച്ചു പിടിക്കാൻ ഒരുപാട് മേഖലകളുണ്ട്. ഒരുപാട് ലക്ഷ്യത്തിലേക്ക് ഓടാൻ ഒരുപാട് വഴികൾ വേറെയുണ്ട്. പക്ഷെ പരലോകത്തിന്റെ നഷ്ടം വന്നാൽ തിരിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു വിജ്ഞാന വേദിക്കൊരു സബ്ജക്റ്റിൽ തന്നെ പരലോകത്തിലെ നഷ്ടക്കാരെ അല്ലാഹുവിന്റെ ഖുർആൻ ഖാസിരീൻ എന്ന വാക്ക് വെച്ച് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേ, ഖുർആനിലെ സൂറത്ത് ഹൂദിലൊക്കെ നമ്മളോട് പറയാൻ, അല്ലദീന ഖസറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. അവരുടെ ശരീരത്തോടെ നഷ്ടം പ്രവർത്തിച്ചവരാണ്, അവരുടെ കുടുംബത്തോടെ നഷ്ടം പ്രവർത്തിച്ചവരാണ്. എന്താണ് ആ നഷ്ടം? മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ഖുർആനുൽ അദീമിലൂടെ അവിടുന്ന് പറഞ്ഞു തരുന്ന ഒരു അവസ്ഥയുണ്ട്. വലൽ തിഖാലഹും അബദാ. ഒരു കാലത്തും കണ്ടുമുട്ടാൻ കഴിയാതെ അകന്നു പോകുന്ന കുടുംബമാണ്, അകന്നു പോകുന്ന ആളുകളാണ്. പരലോകത്ത് കടന്നു വരുമ്പോ ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിയില്ല. വാപ്പ ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, മക്കള് നരകത്തിലേക്ക്, ഉമ്മ നരകത്തിലേക്ക്, മക്കള് സ്വർഗത്തിലേക്ക്. ഇത് നഷ്ടപ്പെട്ടൊരു കുടുംബമാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. നേരെ മറിച്ച് കുടുംബം മൊത്തം നരകത്തിൽ നഷ്ടക്കാരാണ്, കുടുംബം ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം. അപ്പൊ പരലോകത്തിന്റെ നഷ്ടം വന്നാൽ ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല, നഷ്ടം നികത്താൻ കഴിയില്ല, എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പറയുന്ന 4 മേഖലകളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യന് തിരിച്ചറിവ് വൈകിപ്പോയാൽ തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. മരിക്കണ നേരത്തെ ബോധ്യപ്പെടും, അപ്പൊ നമ്മൾ കരയും. ഒരൽപസമയം കൂടെ ഞങ്ങൾക്കൊന്നു തരുമോ അല്ലാഹ്. 80 കൊല്ലം ജീവിച്ചോൻ, 60 കൊല്ലം ജീവിച്ചോൻ, 90 കടപ്പിന്നിട്ടോൻ, ഒരു വർഷം ചോദിക്കണില്ല, ഒരു മാസം ചോദിക്കണില്ല, ഒരാഴ്ച ചോദിക്കണില്ല, ഒരൽപസമയം ഞങ്ങൾക്കൊന്ന് തരുമെന്നാണ്. അല്പസമയം അല്ലാഹ് മടക്കി തരൂല്ല. 23-100 ആയത്ത് സൂറത്ത് മുഅ്മിനൂൻ, സൂറത്ത് മുനാഫിഖൂൻ അല്ലാഹു തആല ഈ വിഷയം ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ അവിടുത്തെ ഭയാനകത കാണുമ്പോൾ ഇതുപോലെ കരയല്ലാനോട് ഒരല്പസമയം തരുമോ? അല്ലാഹു തആല മടക്കി തരൂല്ല. നഷ്ടം ബോധ്യപ്പെടാണ് അവിടെ. മൃഗങ്ങളെ മണ്ണാക്കി കളയുമ്പോ ഞാനൊന്ന് മണ്ണായിരുന്നെങ്കിൽ എന്ന് നിഷേധിച്ചു തള്ളിയവൻ പറയും, രക്ഷയില്ല. തിന്മകളുടെ ആധിക്യം കാരണം ഗ്രന്ഥം ഇടത് കൈയിലൂടെ കൊടുക്കുന്നത് കാണുന്ന ഭയാനകതകൾ കാണുമ്പോ ലമൂത്ത് കിതാബിയ, എനിക്കതൊന്ന് കിട്ടാതിരുന്നെങ്കിൽ രക്ഷയില്ല, രക്ഷയില്ല. ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച നരകത്തിലേക്ക് എറിയുമ്പോ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവരുടെ തലകളെ അവര് കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലാണ്. ദുനിയാവിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന പോലെയല്ല.
അവരുടെ പിരടി മുതൽ നിര്യാണി വരെ ചങ്ങലകളാൽ ബന്ധിച്ചവരാണ്. അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ, ഞങ്ങളുടെ രക്ഷിതാവേ നിങ്ങൾ കണ്ടുപോയി. സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടവരാണ്. കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരികളിൽ പാറുന്നത് കണ്ടു. നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയവരാണ്. അതിന്റെ ഇരമ്പലും മട്ടാസവും വളർച്ചയും ഞങ്ങൾ കേട്ടുപോയവരാണ് റബ്ബേ. അതുകൊണ്ട് തന്നെ ഫർജിനാ, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ നഅമൽ സാലിഹാ, നല്ലതുപോലെ ജീവിച്ചോളാമല്ല, നല്ലതുപോലെ പ്രവർത്തിച്ചോളാമല്ല. ഇന്നനാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായി കൊള്ളാമല്ല, ഉറപ്പായുമല്ല, ഉറപ്പായുമല്ല എന്ന് റബ്ബിനോട് ഇങ്ങനെ കെഞ്ചി പറയാം. പക്ഷെ അതെന്ത് ചെയ്യില്ല, മടക്കി ചെരുവില്ല. അന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, നരകത്തെ നടക്കുന്നുള്ളത് എന്റെ വാഗ്ദത്തമാണ്. ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങളെ മറന്നതല്ലയോ, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ആസ്വദിച്ചോ എന്നവരോട് മറുപടി പറയുമെന്നാണ്. ഇനി നിങ്ങൾക്ക് രക്ഷല്ലേ, ഇനി അനുഭവിച്ചോ. ഇന്നാനസീനാക്കും, ഇന്ന് ഞാൻ നിങ്ങളെയും മറന്നു. അപ്പൊ അവിടെ ഒരു നഷ്ടം ഇങ്ങോട്ടില്ല. ചങ്ങലകളാൽ മുഖംകുത്തി വലിച്ച് നരകത്തിൽ കയറി മനുഷ്യരെ നമ്മൾ പഠിക്കേണ്ട ഗഹനമായ, ഒരു പക്ഷെ അധികമൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോണ കുറെ വിഷയങ്ങളുണ്ട്. സിറാജ് പാലം, ആ സിറാജ് പാലത്തിൽ കയറാൻ കഴിയാതെ നരകത്ത് വീണവരുണ്ട്. കയറിയാൽ അല്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. കയറിയാൽ പ്രയാസമുള്ള ആൾക്കാരുണ്ട്. അവിടെ ദാവത്തിന്റെ മേഖലയിൽ റിയായിന്റെ മേഖലകള് ലോകമാരുതുണ്ടെങ്കിൽ പോലും എന്തിയില്ല, സിറാത്ത് പാലത്തുമൊക്കെ ആയിട്ടുള്ള ഷിർക്കിന്റെ തരിമ്പാണ്. എന്നാൽ പോലും ഞങ്ങളുടെ പ്രവേശനമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ആ സമയത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ നരകം അടച്ചു മൂടപ്പെട്ടതാണ്. അതിന്റെ ആളുകളിലേക്ക് അതിനെ എറിയാൻ അതിന്റെ കമാനങ്ങൾ തുറക്കുമ്പോ അടുത്ത സെക്കൻഡ് നരകമെന്ന് ബോധ്യപ്പെടുമ്പോ ആ സമയത്ത് അള്ളാഹിനോട് പറയും, പഠിച്ചോനെ ഒരല്പസമയം തരുമോ, ഞാൻ നന്നായിക്കോളാം. അള്ളാഹ് മടക്കി തരൂല്ല. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു വാക്കുണ്ട്, റഹ്മതി വലബത് അലബി, എന്റെ കാരുണ്യമാണ് എന്റെ കോപത്തിനെ അതിജയിച്ചത്. അതുകൊണ്ട് റബ്ബ് ഇന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞു തരണേ. ഒരു വേദഗ്രന്ഥം നമുക്ക് ചെന്നു, അത് പഠിപ്പിക്കാൻ റസൂൽ ചെന്നു. മരണശേഷം ഇന്നെ പോലെയാണ് സംഭവിക്കുക എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. ആയുസിന്റെ ഇതുവരെ സംഭവിച്ചു പോയ തിന്മകള് അള്ളാഹിനോട് പറഞ്ഞാൽ കമല്ലാദംബല, അവൻ തെറ്റു ചെയ്യാത്ത പോലെ അവനത് പൊറിച്ചു തരാന്ന് പറഞ്ഞു. എത്ര ഓഫർ എന്നിട്ടും അലസന്മാരായി നടന്ന് 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 അവസാനം മരണത്തിന്റെ വക്കിൽ പരലോകത്തിലെത്തുമ്പോൾ അവിടെ നഷ്ടം തിരിച്ചു വരാൻ കഴിയില്ല. അവിടെ നഷ്ടം ബാധിക്കാതിരിക്കാൻ വേണ്ട കാര്യം തന്നെ ഇല്ലല്ലദീന ആമനൂ, വിശ്വാസികളാവണേ, യഥാർത്ഥമായ കരകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളായി മാറണമെന്നാണ്. വിശ്വാസികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസം ദൃഢമായ വിശ്വാസം ഉണ്ടാവാം. നമ്മളിപ്പോ QHLS ഇപ്പൊ നമ്മള് സൂറത്ത് മുഅ്മിനൂൻ തുടങ്ങി. അതിന് മുമ്പ് പഠിക്കല്ലോ, സൂറത്ത് ഹജ്ജ് പഠിച്ചു. അവിടെ അല്ലാഹ് പറഞ്ഞില്ലേ, വക്കത്തിരുന്ന് വിശ്വസിക്കുന്നവരെ അല്ലേ, ഓരോരത്ത് ഇരിക്കുന്ന ആളുകൾ യഖീൻ ഉണ്ടാവണം, ദൃഢമായ വിശ്വാസം ഉണ്ടാവണം. ഇപ്പോ നമ്മളൊക്കെ പറയും ഇനി പരലോകം ഉണ്ടാവോ, ഉണ്ടാവും ഉണ്ടാവും. ഇനി അഥവാ ഉണ്ടായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും, രക്ഷപ്പെടും അല്ലേ. ആ വിശ്വാസം ഈമാനല്ല എന്ന് ഖുർആൻ സൂറത്തുൽ കഹ്ഫ്, അത് നമ്മുടെ QHLS പഠിച്ചതാണ്. ആ വിശ്വാസം ഈമാനല്ല എന്നൊരു തോട്ടക്കാരന്റെ കഥ പഠിപ്പിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അഥവാ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ല, ഉണ്ട്, ഉറപ്പായും ഉണ്ട്. അതാണ് യഖീൻ. അള്ളാഹുവിലുള്ള ഏത് വിശ്വാസങ്ങളും ഉറപ്പായി വിശ്വസിക്കാം. ആ ഈമാനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മളിലൂടെ കടന്നു വരാൻ പാടില്ല. അപ്പൊ ഈമാൻ ഉണ്ടാവണം. മറ്റൊന്ന് അമലു സ്വാലിഹാത്ത് ഉണ്ടാവണം, അമലു സ്വാലിഹാത്ത് ഉണ്ടാവണം. അതായത് ഇനി ഞാൻ പറയുന്ന ഒരു പ്രബോധനത്തിലേക്ക് ഇറങ്ങുന്ന നമ്മളോടാണ്. ആദ്യത്തെ നമ്മളുടെ ഈമാൻ എന്താവണം, കൃത്യമാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഒരു കളങ്കവും ഇല്ലാത്ത വിശ്വാസത്തിന്റെ വക്താക്കളായിട്ട് നമ്മൾ മാറണം. ഷിർക്കിന്റെ ഒരു മേഖലയിലും നമ്മൾ കാണപ്പെടാൻ പാടില്ല. ഷിർക്കിന്റെ ഒരു പ്രചാരണ മേഖലകളിലും നമ്മൾ കാണപ്പെടാൻ പാടില്ല. ഷിർക്കിന്റെ ഒരു ഉത്സവത്തിന്റെ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, ഞാനൊരു തീരുമാനത്തിന്റെ വിഷയങ്ങളൊന്നും പറയല്ല. ഈ കുറച്ചു മുമ്പ് കൊല്ലത്തുനിന്നൊരു സുഹൃത്ത് എങ്ങനെ ചോദിച്ചു, അവിടെ അങ്ങനെ ഈ മയ്യത്തുങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ ഈ ഫാറൂഖ് നൈം നിങ്ങൾ കേട്ടില്ലേ, പ്രാസംഗികൻ, അയാളുടെ നാടാണ് മയ്യത്തുങ്കര. അതിന്റെ അപ്പുറത്തെ സ്റ്റോപ്പിന്റെ പേര് ഹയാത്തുങ്കര എന്നാണ്. അപ്പോ ഈ മയ്യത്തുങ്കര എന്ന് പറഞ്ഞാല് അത് ഈ നമ്മുടെ നാട്ടിലെ അവിടുത്തെ ഒരു STPയുടെ ഒരു ഓഫീസ് തന്നെ പോകുമ്പോൾ എഴുതി വെച്ചതാണ് ഹയാത്തുങ്കര, ഇപ്പുറത്ത് മയ്യത്തുങ്കര. ഈ മയ്യത്തുങ്കര എന്ന് പറഞ്ഞ ഇവിടെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാല് അതിന്റെ മുറ്റത്തൊരു കിണറുണ്ട്. ആ കിണറിൽ ഭീമ പള്ളി പോലെയാണ്. പാട്ടൊക്കെ പൈസ കൊടുക്കണം, വെള്ളം തലയിൽ കൂടെ വയ്ക്കാൻ. 50 റുപ്യന്റെ പാട്ടുണ്ട്, 100 റുപ്യന്റെ പാട്ടുണ്ട്, 150 റുപ്യന്റെ പാട്ടുണ്ട്. അതായത് നമ്മൾ പേയ്മെന്റ് ഏതാ ചെയ്യണമെങ്കിൽ ആ പാട്ടെടുത്ത് തലയിൽ കൂടെ വയ്ക്കാം. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കേരളത്തിലെ ഷാഫി ഹനഫി പ്രശ്നത്തിൽ കൊലപാതകം നടന്നൊരു നാട് കൂടെയാണ് സ്ഥലം. 2 പള്ളിയുണ്ട്. അതായത് ഹനഫിക്കാരന്റെ കുട്ടി ഇരിക്കണ ബെഞ്ചില് ഷാഫിക്കാരന്റെ കുട്ടീനെ ഇരുത്തിയതിന്റെ പേരിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായതാണ്. നമ്മൾ വിചാരിക്കണ പോലെ ഒരു ചെറിയ സാധനം നല്ലത്. ഇവിടെ സുന്നി മുജാഹിദൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് വലിയ രൂക്ഷം നമ്മൾ കാണാത്തത്. ഉദാഹരണത്തിന് ഈ ഹനഫി മദ്ഹബിലൊക്കെ ഒരു ഫത്വ ഉണ്ട്, മാവില് നജസായാൽ എന്താ ചെയ്യാം, ഒരു ഗോതമ്പ് മാവിലൊരു കുട്ടി മൂത്രിച്ചാൽ എന്താ ചെയ്യാം. എന്തായാലും ഇപ്പൊ കഴുക ഉണക്കുന്നപ്പോ പൊടീനെ പറയല്ലോ. അപ്പൊ അതിന് ഹനഫി മദ്ഹബിൽ ഫത്വ പറയുന്ന വെച്ചാൽ ഒന്നുകിൽ അത് മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഷാഫിക്കാരന് പൈസക്ക് കൊടുക്കാം, എന്നാലും വെറുതെ കൊടുക്കാൻ പാടില്ല. അപ്പോ അത്ര തമ്മിത്തല്ലുള്ള അങ്ങനെ കൊലപാതകം നടന്നിട്ടുള്ള ഒരു നാടാണ് ഈ നാടെന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അന്ധവിശ്വാസങ്ങൾ അത്രയും പെരുകി, ഈ ത്വരീക്കത്തിന്റെ വിഷയങ്ങളൊക്കെ അത്രമേൽ സംജാതമായിട്ട് അവിടെ ഇങ്ങനെ നിലനിൽക്കുന്ന ആളുകൾ. അപ്പൊ അവിടെ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് പുറത്ത് പായസ കച്ചവടം ഉണ്ടാവും. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളുടെ പള്ളി. ഞാൻ ഫസ്റ്റ് BSc കിട്ടിയിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന പള്ളി. അപ്പൊ ആൾക്കാർ വന്നിട്ട് അങ്ങനെ ചോദിക്കാം, അവിടുത്തെ പായസം ആവുമെന്ന് പോണില്ല, ഞങ്ങൾ നേർച്ചക്കും വേണ്ടി ഒന്നിനും പോണില്ല, പുറത്ത് വെക്കണേ പായസം കുടിക്കാൻ പറ്റുമോ? നമ്മള് ആ വിഷയത്തിന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രത്യക്ഷത്തിൽ കിട്ടുന്ന ഒരു സാധനം എന്താണ്? അതിൻ്റെ ഉള്ളിൽ നേർച്ച അടക്കണം. നേർച്ചയോ ഉത്സവമോ ആഘോഷമായിട്ട് ഒന്നൊരു ബന്ധമില്ലാതെ റോട്ടിലൊരു കച്ചവടം നടക്കണം. പായസം, അലുവ, ജിലേബി, പൊരി, കരിമ്പ് ഇങ്ങനെയൊക്കെ വിൽക്കണം. അത് പോയിട്ട് നമ്മൾ മേടിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് നോർമലി കിട്ടുന്ന ഒരു ആൻസറാണ്. അവിടെ പണ്ഡിതന്മാരത് ഷിർക്കെന്നോ അല്ല ആ ചർച്ചയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷേ പണ്ഡിതന്മാര് സൂക്ഷ്മത പറഞ്ഞെന്നറിയോ, ആ കച്ചവടത്തിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക വഴി അതൊരു ഷിർക്കിന് സഹായമാവുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്ന ഫത്വകൾ നമ്മളുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ ഫത്വകൾ കാണാൻ പറ്റുന്ന അത്രമേലൊരു വിശ്വാസി അവന്റെ ഈമാന്റെ കാര്യത്തിൽ എന്താവണം, ദൃഢമായി നിൽക്കണം എന്നുള്ളതാണ്. നമ്മളതിൽ മേടിച്ചോണ്ടെന്താ പ്രശ്നം ഒന്നുമില്ല. അവിടെ ആരോടും കുറ്റപ്പെടുത്താനോ അതിക്ക് പറയാനൊന്നുമില്ല. പക്ഷെ പണ്ഡിതന്മാർ പറയാൻ സൂക്ഷ്മത പാലിക്കാൻ, ഷിർക്കിനെ അതിനൊരു പ്രചോദനമാകുന്ന രൂപത്തിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യരുത്, മാറരുതെന്നല്ല. അത്രമേൽ നമ്മുടെ ഈമാന്റെ കാര്യത്തിൽ ദൃഢമായി നിൽക്കാനുള്ള ആളുകളാണ്. അതാണ് ഈമാനുള്ള ആളുകൾ. ഇനി നമ്മളുടെ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് വേണം, അമലുസ്വാലിഹത്തൊരു പ്രബോധകന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നല്ല അമലുസ്വാലിഹാത്തുകൾ ഉണ്ടാവണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇപ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. ആ പ്രവാചകൻ എന്താണോ നിയമമാക്കിയത് അതുകൊണ്ട് അമല് ചെയ്യുന്നവരാണ് വിശ്വാസികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കൃത്യമായ ഇബാദത്തുകളെ വെച്ച് പുലർത്താൻ. ഇപ്പോൾ ശക്തമായി വിദഅത്തിനെ നമ്മൾ എതിർക്കും. നമ്മളുടെ ജീവിതത്തിൽ എന്ത് വേണം, സുന്നത്ത് വേണം അല്ലേ? യാസീൻ കച്ചവടത്തെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ ആരാവണം, ഖുർആനിന്റെ വക്താക്കളായിട്ട് നമ്മളെ പറ്റി പ്രത്യക്ഷത്തിലുള്ളൊരു ധാരണ. ഇപ്പോൾ ഞാൻ ചെറിയൊരു അനുഭവം പറഞ്ഞുതരാം. ഞങ്ങളുടെ നാട്ടിലെ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞത് കുറച്ചൊരു ഇങ്ങനെ സ്ലോപ്പ് പോലെ, ഒരു സൈഡ് ഇതും റോഡ് കഴിഞ്ഞ് ഇപ്പർ സൈഡ് മേലക്കുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാപ്പാന്റെ ഖബറിന്റെ അവിടെ സിയാറത്ത് ചെയ്തിട്ട് ഇങ്ങനെ മേലക്ക് ഇങ്ങനെ കയറി വരാൻ. അപ്പൊ എൻ്റെ സ്വന്തം ബ്ലഡ് റിലേഷൻപ്പെട്ട ഒരുത്തം ബുള്ളറ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ എന്നെ കൂടെ കണ്ടപ്പോൾ നീ എന്താ ഒറിജിനൽ മുജാഹിദൊന്നല്ലേ, ചെറിയൊരു വിട്ടുവീഴ്ചൊക്കെ ചെയ്യണേ. അപ്പോ അവരുടെ മനസ്സിലൊരു ധാരണയാണ്, നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, ഖബർ സിയാറത്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വെള്ളിയാഴ്ചയും പെരുന്നാളും വറാത്തും കാത്തുക്കലില്ല, ആവശ്യമുള്ളപ്പൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് കൂലി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്യും എന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മളെപ്പോഴും സുന്നത്തിന്റെ വക്താക്കൾ ആരാണ്, നമ്മൾ ഒരിക്കലും ഈ വിദഅത്തിന്റെ ആളുകളെ എതിർക്കുമ്പോൾ ഇപ്പൊ ദിക്ർ ചെല്ലുന്ന
നമ്മുടെ ദിക്ർ ചെല്ലുന്ന, നമ്മുടെ മക്കളുടെ ദിക്ർ ചെല്ലുന്ന, മുത്തുനബിക്ക് വേണ്ടി നമ്മുടെ സ്വലാത്ത് ചെല്ലുന്ന, നബിദിനം ആഘോഷിക്കാത്ത നമ്മൾ നബി ജനിച്ചത് തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന, അല്ലെ, അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന വ്യാഴാഴ്ചകൾ നോമ്പെടുക്കുന്ന, അങ്ങനെ നമ്മളെ കൊണ്ട് എന്തൊക്കെ അമല് സ്വാലിഹാത്തുകൾ ഒരു ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റുമോ ആ അമലുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ കൊണ്ടുവരാം. അമല് സ്വാലിഹാത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു വീഴ്ചകൾ നമ്മൾ വരുത്തരുത് എന്നുള്ളതാണ്. അതിനോടൊരു ഇഷ്ടവും അതിനോടൊരു മഹബത്തും നമ്മളിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒരു അലസത വരാൻ കഴിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, ചെറിയൊരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മളുടെ ആരെ മുമ്പിൽ നമ്മൾ നിസ്കരിക്കുന്നത്, അള്ളാന്റെ മുമ്പിലാണ്, അല്ലെ. ഈ വളാഞ്ചേരിയിലെ വലിയൊരു മുതലാളി എന്ന് വിചാരിക്കാം, ഈ ഭൂമിയൊക്കെ വളാഞ്ചേരി മൊത്തം ഒരാളുടെ കയ്യിലാണെന്ന് വിചാരിക്കാം. അയാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അയാളോട് ആളുകൾക്ക് എന്തുണ്ടാവും, റെസ്പെക്ട് ഉണ്ടാവും, ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവും. കാരണം സമൂഹത്തിൻ്റെ ഒരു പ്രമാണിയാണ്, വലിയൊരാളാണ് എന്നല്ല നമ്മൾ കരുതും. കേരളം മൊത്തം ഒരാളുടെ ആണെങ്കിലും ഇന്ത്യ മൊത്തം ഒരാളുടെ ആണെങ്കിലും നിങ്ങൾ ഈ ഭൂമിയുടെ മൊത്തം കൺട്രോൾ ഒരാളുടെ കയ്യിലാണെങ്കിൽ അയാളുടെ ആ സ്ഥാനത്തിന് അല്ലെങ്കിൽ അയാളുടെ ഇതിന് ആളുകളൊക്കെ ഒരു റെസ്പെക്ട് ചെയ്യുന്ന കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി മുഴുവൻ ആരുടെ കൈ കൺട്രോളിലാണ്? അള്ളാഹുവിന്റെ കൺട്രോളിലാണ്, അല്ലേ. ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു അത്ഭുതമാണ്. ഇതിലെ 13.5 ലക്ഷം ഭൂമിക്കുള്ള എന്തിൻ്റെ ഉള്ളില്, ഒരു സൂര്യന്റെ ഉള്ളില് 13.5 ലക്ഷത്തിലധികം ഭൂമി കൊള്ളുന്ന. അപ്പൊ സൂര്യൻ എന്ത് വല്ലാത്തൊരു പ്രതിഭാസമാണ്. ആ സൂര്യൻ എന്തൊക്കെയാണ് മിൽക്കി വേ ഗാലക്സിയിലെ ക്ഷീരപഥത്തിലെ ഒരു പൊട്ടുപോലെ കാണുന്നതാണ് സൂര്യൻ. അതിന്റെ തൊട്ടപ്പുറത്ത് അതിനേക്കാളും വലിയ സ്റ്റാറാണ് 900 മനുഷ്യൻ എന്ന് കണ്ടെത്തിയതിലെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്നത് 900 കിലോമീറ്റർ വേഗതയിലെ 1100 വർഷം സഞ്ചരിക്കണമെന്നാണ്. അതിൻ്റെ അടുത്ത് ഈ സൂര്യൻ ഒന്നുമല്ല, 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന സൂര്യൻ ഒന്നുമല്ല. അങ്ങനത്തെ ശതകോടി നക്ഷത്രങ്ങളാണ്, എത്രങ്ങാനും ഗാലക്സികളാണ്. ഇത് മുഴുവനും എവിടെയാണ്? ദുനിയ ഒന്നാം ആകാശത്തിലാണ്. അവിടേക്ക് ശാസ്ത്രം മുഴുവൻ എത്തിയിട്ടില്ല. അതിനേക്കാളും വലുതാണ് 2, അതിനേക്കാളും വലുതാണ് 3. ഏറ്റവും വലിയ 7ാം ആകാശത്തിന് മുകളിലെ അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ കൊട്ടാരത്തിന്റെ അടുത്തുള്ള നമ്മളോട് പറയാണ്, 5 നേരം എന്നോട് വന്ന് സംസാരിച്ചോ. എത്ര സമാധാനം ഉണ്ടാവും. ആ അള്ളാന്റെ അടുക്കിലേക്ക് നമ്മൾ ഇങ്ങനെ ഓടിച്ചില്ല, നമ്മളുടെ ആരാധനയിലാണ്. ആ അള്ളാനോട് നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോ ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ല പറയാ. അങ്ങനെ നമ്മളിലേക്ക് അടുത്തു വരുന്ന, ഇനി നമ്മളുടെ കയ്യിൽ അപാകതകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അള്ളാനോട് ഒന്നുകൂടെ വല്ലാതെ പേഴ്സണലി അറ്റാച്ച് ചെയ്യണം. നമുക്ക് സുബഹിന്റെ മുമ്പുള്ള രാത്രിയുടെ അവസാന സമയം അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ആരുണ്ട് എന്നോട് ചോദിക്കാൻ അവന് ഞാൻ ഉത്തരം നൽകാം, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ അവന് ഞാൻ പൊറുച്ചു തരാം, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ അവന് ഞാൻ ഇജാബത്ത് നൽകാമെന്നല്ലാഹ്. അടിമകളിലേക്ക് റബ്ബിങ്ങനെ ഇറങ്ങി വരുമ്പോ എന്റെ പാപങ്ങളെ പൊറുച്ചു തരണേ അല്ലാഹ്. ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ പറയാ, മനസ്സിന്റെ വേദനകളെ ഏറ്റു പറയാൻ ആ റബ്ബല്ലാതെ ആരാണ്? അടിമകളോട് മഹബ്ബത്തുള്ള അല്ലാഹ്. ആ പടച്ചോനിലേക്കൊന്ന് അടുക്കാൻ ആരാധനകള് എത്ര. അപ്പൊ അമലു സ്വാലിഹാത്ത് ഒരു പ്രബോധകന്റെ ജീവിതത്തിൽ അനിവാര്യം. ഇനി 3ാമത്തെ നമ്മുടെ കാമ്പാൻ വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ ബാധ്യതയാണ്, നമ്മളുടെ കടമയാണ്. നമ്മളൊക്കെ പറയുന്നത് എന്താ പറയുക, നാട്ടിൽ നമ്മുടെ ദഅവത്ത് നമ്മൾ പറയും, നമ്മളുടെ സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ പറയും. നമ്മൾ പറയുന്നത്, ഞാൻ കുറെ കാലമായില്ലേ സെക്രട്ടറി, കുറെ കാലമായി, ഇനി അടുത്ത ആൾക്കാർ ഞാൻ തൽക്കാലം റെസ്റ്റ് എടുക്കണമെന്ന് പറയും, അല്ലേ. ദഅവത്തിന് അവസാനമില്ല, ദഅവത്തിന് പ്രായമില്ല. നമ്മൾ എന്ത് ചെയ്തോ അത് നമുക്കുള്ളതാണ്. ഇതൊന്നും നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളുടെ ബാധ്യതയാണ്, നമ്മളുടെ ബാധ്യതയാണ്. നോക്കി ഖുർആൻ പറഞ്ഞില്ലേ, കുഞ്ചും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് ജനങ്ങളോട് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്നാണ്. മറ്റൊരായത്തിൽ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരണമെന്നും അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന പൊതുസമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കണം, കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. മക്കളെ വളർത്തുന്ന തർബിയത്തിലെ അവരോട് ശരിതെറ്റുകൾ പറഞ്ഞു
കൊടുക്കുന്നതിൽ, വീട്ടിൽ ഒരു അരുതായ്മ കാണുമ്പോൾ നോ എന്ന് പറയുന്നതിൽ, അവിടെ ഒക്കെ ഇസ്ലാമിന്റെ ദഅവത്ത് തന്നെയാണ്. അത് നമ്മളുടെ ബാധ്യതയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കണ വെച്ചാൽ ഒരുപാട് കാലായി, ഇനി അടുത്ത ആൾക്കാർ ചെയ്തോട്ടെ എന്നാണ്. നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് ഇറങ്ങുമ്പോൾ വയസ്സെത്രയാണ്? ബദറിക്ക് ഇറങ്ങുമ്പോൾ വയസ്സെത്രയാണ്? 55 വയസ്സാണ്. ബദറിക്ക് ഇറങ്ങുമ്പോൾ 63 വയസ്സിൽ അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറയുന്ന സമയം വരെയും അള്ളാന്റെ ഹബീബ് പ്രബോധകനാണ്. ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഫൈറൂസ് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യനാണ്. സൂറത്ത് യൂസുഫ് ഓതി ജനങ്ങൾക്ക് വേണ്ടി ഇമാമ നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രവാചകന്റെ ചരിത്രങ്ങൾക്കിടയിലൂടെ കടന്നുപോയി തൊണ്ടയിടറിയുന്നാണ്. രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ഇരുതല മൂർച്ചയുള്ള കടാര 7 തവണ വയറ്റിലൂടെ പ്രഹരിക്കുമ്പോ രക്തം വാർന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു താഴെ വീണുമ്പോ അവിടുന്ന് ജനങ്ങളോട് തിരിച്ചു ബോധം വരുമ്പോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിസ്കാരത്തിന് പൂർത്തീകരിച്ചത് സഹാബ? ഞങ്ങളിൽ ഒരാൾ കയറി നിന്നതാണ്. നിസ്കാരം ഒഴിവാക്കിയവനെ ഇസ്ലാമിന് സ്ഥാനമില്ലാട്ടോ എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, കുടൽമാലകൾക്ക് വരെ മുറിവ് പറ്റിയെന്നാണ്. വെള്ളം കൊടുത്താലും മുന്തിരി നീര് കൊടുത്താലും പാല് കൊടുത്താലും കുടലിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന നിമിഷമാണെങ്കിൽ ആ സമയത്തൊരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, കുത്തിയവനെ വിടാൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുണ്ട്, യബ്നത അഖീ, എന്റെ സഹോദരപുത്ര, എന്റെ സഹോദരപുത്ര, അവനെ നിനക്ക് പിന്നെയും പിടിക്കുക. ആദ്യം നിന്റെ ശരീരത്തെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്ത്. നിര്യാണിക്ക് താഴെ കിടക്കുന്ന വസ്ത്രമൊന്ന് കയറ്റി ഒടുക്കണമെന്ന് കുടൽപാലകൾക്ക് കുത്തുകൊണ്ട് മുറിവേറ്റുകൊണ്ട് മരണത്തിന്റെ വേദനയിലൂടെ പടയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തെറ്റ് കണ്ടോ അവിടെ പറഞ്ഞു കൊടുത്തു. ശരി ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. പൊന്നുമോള് ഹഫ്സ റളിയല്ലാഹു അൻഹാ കർബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു നൊമ്പരമാണ്, എന്തൊരു വേദനയാണെന്ന് സങ്കടപ്പെടുമ്പോ മോളെ ഹഫ്സ കരയല്ല മോളെ. വാപ്പ മരിച്ചിട്ടും കരയാനാണ് ഭാവമെങ്കിൽ അതിന്റെ പേരില് ഖബറിലൂടെ ശിക്ഷിക്കപ്പെടുമെന്ന് പാഠം പഠിപ്പിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവസാനില്ല, ദഅവത്തിന് എൻഡില്ല. പരലോകത്തിനെ പേടിച്ച് ഓരോ മൂവ്മെന്റിലും ഇടപെട്ട് നിങ്ങൾ ആരെയും നോക്കി നോക്കി. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഭാഗം. നമ്മൾ കുറെ കാലമായി മാറിക്കാന്നില്ല നമ്മളത് ചെയ്യാന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകില്ലേ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ്. ഞാനിപ്പോ നടന്നില്ലേ, ഇസ്ലാമിന് ഇപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ പോണില്ല, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ, എന്റെ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തിയെന്നാൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കുന്ന, അത് നമ്മളല്ലെങ്കിൽ വേറൊരാളെ കൊണ്ടുവരും. അത് നമ്മളാവാൻ കിട്ടിയത് അപാരമായ അനുഗ്രഹമാണ്. നമുക്കതിന് മനസ്സില്ലേ, അള്ളാന്റെ ദീൻ ഇവിടെ തകരൊന്നുമില്ല, വേറൊരു വിഭാഗത്തെ പഠിച്ചവൻ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ട് നമ്മളൊന്ന് വിശ്രമിക്കുക, നമ്മളൊന്ന് മാറ്റിയെടുക്കുക. അത് എങ്ങനെങ്കിലുമൊക്കെ നടന്നു പോയിക്കോളുന്നല്ല. ഇനി നമ്മളത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? നമ്മൾ ആരൊക്കെ നമ്മുടെ വീട്ടിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ അത്രമേൽ ആ വിഷയങ്ങൾ ഇങ്ങനെ ഓരോ തിന്മകൾ പടർന്നു വന്നിരിക്കുമ്പോൾ അതിനോട് അരുതി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷയം എന്താണ്? ഇതൊക്കെ റിയാദുസ് സാലിഹീനിൽ ഒരു ഹദീസ് കാണാം. അത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുന്ന, അദ്ദേഹം റിയാദുസ് സാലിഹിൽ ശറഹ് എഴുതുമ്പോൾ ആ ഹദീസിന് കൃത്യമായ ഒരു വ്യാഖ്യാനം കൊടുത്തു. എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മളോട് ദഅവത്ത് നടത്താൻ വേണ്ടി പറഞ്ഞപ്പോ നമ്മളോട് പറഞ്ഞു, നന്മ കൊണ്ട് നിങ്ങളെ വഅ്മുറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് നിങ്ങളെ കൽപ്പിക്കണം, വൻഹി അനിൽ മുൻകർ, നീച കാര്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം, വിരോധിക്കണം. ഇത് പറഞ്ഞു. അതല്ലെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ അദാബ് നിങ്ങളുടെ മേലെ കടന്നു വരുന്നതിന് ഞാൻ ഭയപ്പെടുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ഒരു ഇഖാബ് വരുമെന്നാണ്.
എന്നിട്ട് ഹദീസിന്റെ ശർഹത്ത് പറഞ്ഞത് അഫഹാദൽ ഇഖാബ് ലം യുഹദ്ദദ്, ആ ശിക്ഷക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ പരിധി നിശ്ചയിച്ചിട്ടില്ല. ഇന്ന ശിക്ഷ എന്ന് പറയാൻ അതിന് പരിധിയില്ല. വഖദ് യകൂനു ഫിൽ അംവാൽ, അതൊരു പക്ഷേ സമ്പത്തിലായിരിക്കാം, വഖദ് യകൂനു ഫിൽ അംറാദ്, രോഗങ്ങളായിരിക്കാം, വഔബിഅത്തിൻ അമ്മ, വ്യാപകമായ പകർച്ചവ്യാധികളായിരിക്കാം, ഐ പകർച്ചവ്യാധികൾ പറഞ്ഞപ്പോൾ ഒരു വാക്ക് കൂടെ ആഡ് ചെയ്തു, അതിനെ ചികിത്സിക്കാൻ ഡോക്ടർമാർ അവരെ അശക്തമാകുന്ന രോഗങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ധാരാളം മരണങ്ങളായിരിക്കാം. നിങ്ങളുടെ മൈൻഡിൽ കൊറോണ ഓർമ്മയുണ്ടോ? ജസ്റ്റ് കൊറോണ ഓർമ്മയുണ്ടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ ചെയ്യണ്ടേ, ഇത് കൊറോണ മാത്രല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ പറയല് ഈ വർഗീയത ഉണ്ടാവുമെന്ന് പേടിച്ചു മുണ്ടാണ്ടെന്നാ മതി, ഇപ്പൊ തൗഹീദൊന്നും പറയണ്ട, തൽക്കാലം മാറിയിരുന്നാൽ മതി, അങ്ങനെ പറയുന്ന ആൾക്കാർ. കാരണം ഇവിടെ ഇപ്പൊ വർഗീയത ഫാഷിസം ഒക്കെ അങ്ങനെ പിടിമുറുക്കുമ്പോ നിങ്ങളെ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദൊക്കെ പറയാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വർഗീയ ശക്തികൾ നമ്മളുടെ മേലെ പിടിമുറുക്കാതിരിക്കാൻ ഉലമാക്കള് അതിനുള്ള ട്രീറ്റ്മെന്റ് പരിഹാരമാർഗം പറഞ്ഞെന്തെന്നറിയാം, പ്രബോധനം നടത്തണമെന്നാണ്. അവർക്ക് അല്ലാഹ് ആരെന്നറിയില്ല, റസൂൽ ആരെന്നറിയില്ല, ദീൻ എന്താണെന്നറിയില്ല. അവരുടെ മനസ്സിൽ താടിയുണ്ട്. അപ്പോ സെൻസസിന്റെ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയിരുന്നത് ഈ സെൻസസിലെ ഫസ്റ്റ് ഡ്യൂട്ടി മീഡിയാസ് ഒക്കെ ഇങ്ങനെ ഇതെന്തായിരിക്കും. അപ്പൊ ആദ്യം പോയിട്ട് ബിൽഡിങ്ങിന് നമ്പർ ഇടണം, രണ്ടാമത് പോയിട്ട് ഡാറ്റ കളക്ഷൻ നടത്തും. ഇനി ഇൻഷാ അല്ലാഹ് 2027 ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് വരും. അപ്പോ ഇത് മീഡിയാസ് ഇങ്ങനെ പോയപ്പോ ആദ്യം ഒരു തുപ്പിട്ട് കുറച്ച് താടിയൊക്കെയുള്ള ഒരു ചുപ്പിട്ട ഒരു അധ്യാപകനാണ് ഫസ്റ്റ്. നിങ്ങൾ ന്യൂസിൽ ഇപ്പോഴും യൂട്യൂബ് കിടക്കുന്ന ന്യൂസ്, അതിന്റെ താഴെ ജസ്റ്റ് കമന്റ്സ് ഒന്ന് വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കി. തീവ്രവാദികൾ ഇറങ്ങിക്കാണ്, അതിനു വേണ്ടിയിട്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാരിന്റെ വേതനം പറ്റുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ അത് ആ താടി തീവ്രവാദമായിട്ട് മാറി. ഇപ്പോ ജന്തർ മന്ദറിലെ സമരത്തിന് പൊന്നാനിന്നൊരു 3 കുട്ടികൾ അവിടെ പോയിട്ട് അവന്മാര് എന്തൊക്കെ മൈക്കല് മീഡിയയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാല് മലപ്പുറത്തുനിന്ന് പോയത് അവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയത് ഒരു വർഗീയ കണ്ണോടുകൂടെ കാണുന്ന ആളുകൾ. അപ്പൊ ഈ ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് ഒരു ചിന്ത തോന്നിയെന്ന് വെച്ചാൽ നമ്മള് ഈ ബാംഗ്ലൂര് പോലുള്ള സിറ്റികളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഗല്ലികളിലും പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് പടരലുണ്ട്. എന്ന് വെച്ചാല് അവിടെ മുസ്ലിം ഗല്ലി, ഹിന്ദു ഗല്ലി, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗല്ലികളാണ്. അപ്പൊ ഇതിങ്ങനെ ആളിപ്പത്താൻ, ഒരു സംഘർഷങ്ങൾ ഇങ്ങനെ ആളിക്കത്താൻ, എന്ന് വെച്ചാൽ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് എന്തില്ല, നമ്മൾ ഇടപഴകി ജീവിക്കുന്നിടത്ത് ആളുകൾക്ക് നമ്മളോട് ശത്രുത ഇല്ലല്ലോ. ഇപ്പൊ നമ്മുടെ മലപ്പുറത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് PSCT വർക്ക് ചെയ്തത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. അപ്പൊ അവിടുത്തെ ഒരു അധ്യാപിക പറയും ഏറ്റവും ടോപ്പ് മലപ്പുറം ജില്ലയിൽ. അവിടെ ഉള്ളവരൊക്കെ പറയും മോശമായിട്ട് പറഞ്ഞു, ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്, എന്നാലും പറയാൻ ടോപ്പ് മലപ്പുറം ജില്ലയാണ്, ഇടപഴകാൻ നല്ലതെന്നൊക്കെ അവരിങ്ങനെ പറയും. കാരണം എന്താ വെച്ചാൽ അവര് മലപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 14 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ ബന്ധമുണ്ട്. മറ്റുള്ളവരാരും ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടില്ല. അപ്പൊ അവരിങ്ങനെ വിമർശിക്കാൻ അത് കാക്കമാരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ചിന്താഗതി. അപ്പൊ ഇതിന്റെ പരിഹാരം ഞാൻ പറഞ്ഞത്, നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ ആളുകൾക്കിടയിൽ ഇറങ്ങുമ്പോൾ അവരോട് മിങ്കിൾ ചെയ്യുമ്പോൾ അവരോട് അല്ലാഹ് ഇന്നതാണെന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെതാണെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് അവർ നമ്മളുമായി കൂടുതൽ അടുക്കാനും ഈ ചിന്താഗതികൾ അവരുടെ മനസ്സിൽ നിന്ന് മാറാനും കാരണമാകും. ഈ ഹദീസിലെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം റിയാദുസ് സാലിഹിന്റെ ശറഹിൽ അദ്ദേഹം പറഞ്ഞ വിഷയം നോക്കി, നിങ്ങൾ ഈ ഹദീസിന്റെ ശറഹിൽ പറയുന്ന വിഷയം നോക്കി, നമ്മുടെ ആളുകൾ അശക്തമാകുന്ന രോഗങ്ങൾ വരുന്നുള്ളതാണ്. ഈ ലോകം മൊത്തം പടർന്ന് പന്തലിച്ച കൊറോണ വൈറസിനെ മൊത്തെടുത്ത് നോക്കി ഒരു മനുഷ്യന്റെ വിരലിൽ അണിയുന്ന മോതിരത്തിന്റെ വെയിറ്റ് പോലും ഇല്ല. അതാണ് ഇത്രയും ആൾക്കാരെ വീട്ടിലിരുത്തിയത്, ഇത്രയും ആൾക്കാരെ അന്നം മുട്ടിച്ചത്, ഇത്രയും ജീവിതശൈലി മാറ്റിച്ചത്. നമ്മൾ ആകെ പേടിച്ചില്ല. മനുഷ്യന്മാർ എത്ര മരണങ്ങൾ നമ്മൾ കൺമുന്നിലൂടെ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇതിന്റെ ആദ്യ ടൈമിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. വേറെ നിർവാഹമൊന്നുമില്ല, വീട്ടിൽ ഇരിക്കാൻ പൂതിയില്ലായിട്ടൊന്നുമില്ല. പക്ഷെ ജോലി ചെയ്യാൻ ഓർഡർ വന്നു, നമ്മൾ ജോലിക്ക് വേണ്ടി പോയി. അപ്പോൾ സത്യത്തിൽ ആ സമയത്തൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് രാത്രി മടങ്ങുമ്പോൾ സിറ്റ് ഔട്ട് പോലും ഒരു മനുഷ്യനെ കാണില്ല. നമ്മളിങ്ങനെ കിലോമീറ്റർ കണക്ക് വിജനമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരും. അത്രയും ആളുകൾ പേടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഇരുത്തി രോഗങ്ങൾ വന്ന് എന്ത് മരുന്ന് നിർണ്ണയിക്കണമെന്ന് ഡോക്ടേഴ്സിന് അശക്തമായി, മരണങ്ങളുടെ ആധിക്യങ്ങളെ
വല്ലാതെ നമ്മുടെ മുന്നിൽ കണ്ടു. നമ്മൾ ആലോചിച്ച് നോക്കി, അതാണെന്ന് പറയുന്നത്. ഏത് പ്രശ്നങ്ങളിലും ഈമാനികമായി നമ്മളൊന്ന് ചിന്തിക്കണം. എന്തെങ്കിലും തകരാറുകളുണ്ടോ? ഇത് ഇന്നോ ഇന്നലെയോ എഴുതി വെച്ചൊരു ഷറഹല്ലല്ലോ ഈ ഹദീസിന്റെ മാനദണ്ഡത്തിൽ. അത്ര പ്രയാസങ്ങൾ വന്നു. അതുകൊണ്ട് നമ്മളുടെ ബാധ്യത നമ്മൾ നിർവഹിക്കണം. ഇന്ന് കാലഘട്ടങ്ങളിൽ നിങ്ങളായിരിക്കും ലിബറലിസം ഒരു സൈഡില്, ഫാഷിസം ഒരു സൈഡില്, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന മക്കള് നമ്മുടെ വീടിന്റെ ഉള്ളിൽ, ഞാൻ പുറത്തേക്കൊന്നും പറയണില്ല, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇവരോടൊക്കെ ഒരു ദിശാബോധം നൽകി അവരോട് സടകുടഞ്ഞെഴുന്നേൽക്കേണ്ട ഒരു സമയത്താണ്. ഇന്നിപ്പോ ഈ കാലഘട്ടത്തിൽ ദീന് പറഞ്ഞിട്ട് മാറി നിൽക്കണമെന്നല്ല നമ്മുടെ ആലോചിച്ച്. നമ്മളൊന്നും കേൾക്കാത്ത പലതും ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 മുമ്പത്തെ ഫെബ്രുവരി 14 അതിന് പ്രത്യേകത ഉണ്ടല്ലോ, പ്രണയിതാക്കളുടെ ദിവസമാണ്, കാമുകന്മാരുടെ ദിവസമാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിന്റെ UP ബ്ലോക്കിലൂടെ 2nd ഫ്ലോറിൽ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഒരുത്ത 2 ഭാഗത്ത് ബാഗ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുതിർന്ന ആൾക്കാരോടും കൂടെ ഉണ്ടോ പറയണേ, 2 ഭാഗത്ത് ബാഗ് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വെറുതെ ബാക്കിയുള്ള ഒരുത്തം ബാഗ് കെട്ടി പിടിച്ചിട്ട് ജനലിന്റെ അവിടെ പോയി ഇരിക്കാതെ. അപ്പോ ക്ലാസ്സിൽ ഇങ്ങനെ നിൽക്കണോണ്ട് എന്ത് ഇരിക്കാത്ത ചോദിച്ചാൽ പറഞ്ഞു, സാർ ഇവന് ഗേ ആണെന്ന് പറഞ്ഞു. ആര്? 7ാം ക്ലാസ് പഠിക്കണേ, ബെഞ്ചിൽ ഇരിക്കണം, ഗേ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവനന്ന് പ്രണയം പറഞ്ഞു ഇത്ര മറ്റവനോട്. അപ്പൊ അവനോടുള്ള അറപ്പ് കാരണം മാറിക്കണം. ആൺകുട്ടിയോട് ഞാൻ പറയും, ഇവിടെ ഇരിക്കണം നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ പഠനകാലത്ത് ഒരു ഗേ പ്രണയം, ലെസ്ബിയൻ പ്രണയം എന്നൊക്കെ പറഞ്ഞ് കാലം വല്ലാതെ ഒരു മോശപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ കൊറിയൻ സംഗീതങ്ങളുടെ പിന്നെ അതിൻ്റെ ടീമിലൊക്കെ പ്രവർത്തിക്കുന്ന മക്കൾ, മക്കൾക്ക് ഇത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവർ പോലും ഇതിൻ്റെ ഭാഗവാക്കുകളായിട്ട് മാറുന്നൊരു കാലഘട്ടം. ഈ മഴവിൽ വർണ്ണങ്ങളുടെ ടോയ്സുകൾ നമ്മളുടെ മക്കളുടെ കൈകളിലെത്തുന്ന സൗദിയുടെ കിബാറുൽ ഉലമ മഴവിൽ വർണ്ണങ്ങളുടെ ടോയ്സുകളെ നിരോധിക്കുമ്പോൾ എന്തിനിപ്പോ ഒരു കളിപ്പാട്ടം നിരോധിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതുവഴി കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ആശയങ്ങൾക്ക് തടയിട്ടതാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടത്. പ്രബോധനത്തിന് വിശ്രമിക്കാൻ നമുക്ക് ആർക്കും സമയമില്ല. എണീറ്റ് നമ്മളുടെ വീട്ടിലും നമ്മളുടെ സമൂഹത്തിലും പറയേണ്ട വിഷയങ്ങളിലൊക്കെ. അപ്പൊ നമ്മൾ പറയും ഒന്നിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണോ ബേസ്? എവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നിങ്ങൾ ആലോചിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയ വിഷയം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കിയായ സൂറത്തുകൾ, പ്രവാചകന്റെ മക്കയിൽ അവതരിച്ച സൂറത്തുകളിൽ പ്രധാനമായും അവലംബിച്ച വിഷയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീന ശരീഅത്തിന്റെ കാലഘട്ടങ്ങളാണ്, മതനിയമങ്ങൾ അവതരിച്ച കാലഘട്ടങ്ങളാണ്. പക്ഷെ അതിന്റെ ഇടയിലും ഇടക്കിടക്ക് എന്ത് വന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്ന അവസാനത്തെ പ്രസംഗത്തിലെ ആദ്യത്തെ വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പ്രവാചകന്റെ ശ്വാസം നിലക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ ചുണ്ടുകൾ ചലിച്ചപ്പോഴും അവസാനമായി സംസാരിച്ചത് തൗഹീദിന് വേണ്ടിയിട്ടാണ്. അതിനിടയിൽ എല്ലാ തിന്മകൾക്കെതിരെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബേസ് എവിടെയാണ്? അല്ലാഹ് എന്നുള്ള ബോധ്യം മക്കളിലേക്ക് വന്നാൽ, ജീവിതത്തിൽ വന്നാൽ, മറ്റുള്ള തിന്മകളിൽ നിന്ന് ആളുകൾ ആ ഒരു ട്രാക്കിലാണ് നമുക്കതിനെ മാറ്റിക്കൊണ്ടുവരാനുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് ഹക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് ഇതിന്റെ പ്രതിഫലം മനസ്സിലാക്കിയിട്ട് വേണം ഈ മാർഗത്തിൽ ഇറങ്ങാൻ. നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന അറിയാം, ഇതിന്റെ പരിഹാസങ്ങളിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാം? ചിന്തിക്കൽ. ആൾക്കാർ കളിയാക്കും, ആൾക്കാർ പരിഹസിക്കും. നിങ്ങൾ ആലോചിക്കുക, ലോകത്ത് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങിയത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ എന്താ പറയാ, ഞാനിപ്പോ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ വളാഞ്ചേരിയിലെ നമ്മൾ പറയും എന്റെ നാട്ടുകാർ, ഞാൻ പറഞ്ഞ എന്റെ നാട്ടുകാർ എന്റെ കൂടെ എന്നൊക്കെ പറയാം. നമ്മുടെ തൗഹീദായിട്ട് ഇറങ്ങിയാലാണ് നാട്ടുകാരെ ശരിക്കുള്ള സ്വഭാവം എന്താന്നുള്ളത് നമ്മളറിയുള്ളൂ. നമ്മളോട് ചിരിച്ചു കാണിക്കണവരൊന്നുമല്ലല്ലോ. നമുക്ക് മനസ്സ് വേദന ഉണ്ടാവും. ഞാൻ ചരിത്രത്തിന് ഒരു വിഷയം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ നാട്ടുകാർ വിളിച്ചിരുന്ന പേരെന്താണ്? അല്ലമീൻ എന്നാണ്. 40 വയസ്സാകുന്ന സന്ദർഭങ്ങളില് അള്ളാഹുവിന്റെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കടന്നു വരുമ്പോ അവരെ മുഴുവനും വിളിച്ചു ചേർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുന്ന വാക്കുണ്ട്, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ആരാധന ഏകനായ ആരാധനാണെന്ന് പറഞ്ഞപ്പോ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രവാചകൻ നിനക്ക് വേണ്ടി തുടക്കം കുറിച്ചത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അബൂലഹബിന്റെ വാക്കാണ്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദ്, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച്
വിളിച്ചു കൂട്ടിയത് അന്തല്ലദീ ഫറഖ്ത ജമാഅതനാ വസബ്ബബത ആലിഹതനാ, ഞങ്ങളുടെ സമൂഹത്തിലെ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവനാണ് നീ, ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറയാൻ വന്നവനാണ്. അതുകൊണ്ട് തബ്ബൻ എന്ന് പറയുന്ന വാക്കിന്റെ കാമ്പ് നാശത്തിന് വേണ്ടി ഫിത്ന എന്ന് പറയാ, മുസീബത്ത് എന്ന് പറയാ. പക്ഷേ അറബി ഭാഷയിലെ അങ്ങേയറ്റത്തെ ശാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അതുവരെ അല്ലമീൻ എന്ന് വിളിച്ച പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് മുഹമ്മദ്, അള്ളാഹ്ക്ക് സഹിക്കുമോ അവിടുത്തെ പ്രവാചകനെ പറയുന്നത്? അവിടുന്ന് ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നു. അപ്പോ ലഹബിന്റെ ഇരുകരങ്ങൾ നശിക്കട്ടെ, തീർന്നു ലഹബിന്റെ കഥ കഴിഞ്ഞു പോയി എന്ന് ഖുർആൻ. 40 വയസ്സ് വരെ അല്ലമീന, അതോടുകൂടെ മാറി സാഹിർ, മജ്നൂന്, തെമ്മാടി. ഒരു നാട്ടുകാരെ എല്ലാ ഔദാര്യം സ്നേഹം കൊടുത്ത് സ്വീകരിച്ചിരുന്ന നാട്ടുകാര്. നമ്മൾ പറയില്ലേ, കഅബയിലെ ഹജറുൽ അസ്വദ് എടുത്തു വെക്കേണ്ട തർക്കം പരിഹരിക്കുമ്പോ അല്ലമീന് വന്നു എന്ന് പറഞ്ഞ് തുള്ളിക്കളിച്ച ആൾക്കാരെ നിങ്ങൾക്കറിയോ? ഷാബു അബൂ ത്വാലിബ് താഴ്വരയിൽ മൃഗങ്ങളെ പോലെ ഉപരോധിച്ചു. അന്ന് ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലം ഒരു തുള്ളി വെള്ളം കൊണ്ടുകൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ മൃഗങ്ങളെപ്പോലെ പച്ചിലതെന്ന് കാഷ്ടിക്കേണ്ട സാഹചര്യം. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് സഹാബത്ത് പറഞ്ഞ നിമിഷം അതുണ്ടായിരുന്ന കാലഘട്ടത്തിലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിന്റെ പേരിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാട്ടിലെ നമ്മളെ പലരും നമ്മൾ വിചാരിക്കും നാട്ടുകാർ കൂടെ ഉണ്ട്. ഈ വിഷയമാണോ ആളുകൾ ഡാൻസ് പരിപാടിക്ക് പോയിക്കോ, വേറെയുള്ള പരിപാടിക്ക് പോയിക്കോ, ഇതൊന്നൊരു വിഷയമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചാല്, ഇപ്പോ ഞാൻ അനുഭവം കൊണ്ട് നിങ്ങളോട് പറയാം. ഇതിനു മുമ്പ് സംഗീതത്തിന്റെ മേഖലയിൽ അത്യാവശ്യം ഗാനമേള ഉൾപ്പെടെ നമ്മളുടെ ഈ പ്രസ്ഥാനത്തിലേക്കും ആദർശമൊക്കെ മനസ്സിലാവുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പാൽപുഞ്ചി എന്ന് പറഞ്ഞൊരു ആൽബത്തിന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാല്, അന്ന് എല്ലാവർക്കും നമ്മുടെ സ്വീകരിക്കും, നാട്ടിലേക്ക് ആർക്കും എന്തില്ല, അതൊരു പ്രശ്നമല്ല. നേരെ മറിച്ച് നമ്മള് ദൈവത്താണ് തൗഹീദ്. ഞങ്ങളിവിടെ ഒരു ഗാനമേള പരിപാടി വെക്കുന്നുണ്ട്, ഡാൻസ് പരിപാടി വെക്കുന്നുണ്ട്. ഒരാളും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഒരു പോസ്റ്റർ ആരും ചീന്തില്ല, ഒരു ഓൺലൈൻ പോസ്റ്ററിന്റെ താഴെയും മോശപ്പെട്ട കമന്റ് വരില്ല. നേരെ മറിച്ച് നിങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിമക്കല്ല പോരെ എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു പ്രബോധനത്തിന്റെ ഒരു വിഷയം കൊടുത്തു നോക്ക്. നമ്മളെ പറ്റി പറയാത്തൊന്നും ഉണ്ടാവില്ല, വളരെ മോശമായിട്ടൊക്കെ ചിത്രം ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കിട്ടുന്ന പ്രതിഫലം ആഗ്രഹിച്ച പുറകോട്ട് പോവാൻ ഒരാൾക്കും ചോദില്ല, ഒരു പരിഹാസങ്ങൾ നമ്മളിൽ ഏൽക്കില്ല. കാരണം ഇങ്ങനെ നാട്ടേക്ക് പരിഹസിച്ച് വന്ന ഒരാളുണ്ട്. ഞാൻ അതിന്റെ പ്രതിഫലം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ പറയാം. എന്നൊരു സഹാബിന്റെ പേര് പറയാം, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാനാണ്. തുഫൈൽ ഇബ്നു അംർ ദൂസി റളിയല്ലാഹു അൻഹു. ആർക്കെങ്കിലും പരിചയമുണ്ടോ അദ്ദേഹത്തെ? കേട്ട് പരിചയമുണ്ടോ? നമ്മൾ നോർമലി കേൾക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിയാലോ, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ത്വൽഹ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു അൽ ആസ്, അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു അജ്മഈൻ, ഇവരുടെ പേരുകളൊക്കെ നമ്മൾ കേട്ട് പരിചയമുണ്ട്. തുഫൈൽ ഇബ്നു അംർ ദൂസി അത്ര പരിചയക്കാരനല്ല, അദ്ദേഹം യമനുകാരനാണ്. യമനിന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ട് പ്രവാചകനോട് ചോദിച്ചു, നമുക്കുണ്ടല്ലോ ഒരു സത്യം മനസ്സിലായ നമുക്കുള്ളിലൊരു ആവേശം വരുന്നുണ്ട്, ഈ സത്യം എന്ത് ചെയ്യണം, മറ്റുള്ളവരോടും പറയണമെന്നൊരാഗ്രഹം വരും. അദ്ദേഹം പ്രവാചകനോട് അനുവാദം ചോദിക്കാൻ, ഞാൻ എൻ്റെ കുടുംബക്കാരോട് ഈ വിഷയം ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ നാട്ടുകാരെ ഞാൻ ഈ ആദർശത്തിലേക്ക് ക്ഷണിച്ചോട്ടെ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ശരി നീ ചൊല്ലെന്ന് പറയും. അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല, ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ നീ വന്നാലല്ലാതെ എന്നാണ്. ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു, കാരണം ഭർത്താവാണ്. ഭാര്യ വന്നു, വാപ്പി വന്നു, പക്ഷെ നാട്ടുകാർ മുഴുവൻ അയാൾ എന്ത് ചെയ്തു, ആട്ടി ഓടിച്ചു. ഞാൻ പറഞ്ഞ പോയിന്റ് അവിടെയാണ്. നാട്ടുകാര്, നമ്മൾ പ്രതീക്ഷ വെക്കുന്ന നാട്ടുകാര് നമ്മളോട് പോയി പണി വെക്കുന്ന പറഞ്ഞാലേ, നമ്മളോട് മോശപ്പെട്ട പദമൊക്കെ ഉപയോഗിച്ചാലേ നമുക്ക് നല്ല ഫീൽ ചെയ്യും, സ്വാഭാവികമാണ്, ആദ്യത്തിൽ ഫീൽ ചെയ്യും. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ മനുഷ്യർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞ, പ്രവാചകരെ അവര് നശിക്കാൻ വേണ്ടി അങ്ങ് അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അത്രയും അദ്ദേഹത്തിന് വേദനിച്ചു. അവര് നശിക്കാൻ വേണ്ടി അള്ളാഹിന്റെ ഹബീബ് എഴുന്നേറ്റ് നിൽക്കുമ്പോ സഹാബത്ത് പറഞ്ഞു, അവർ നശിച്ചതു തന്നെ. കാരണം ദുആ ചെയ്യുന്നത് ലോകത്തിന്റെ പ്രവാചകനാണ്.
പക്ഷേ അള്ളാന്റെ ഹബീബ് ദുആ ചെയ്തത്, അല്ലാ ഈ മനുഷ്യൻ കാരണമായി അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. കുറച്ചു കാലം പ്രവാചകന്റെ കൂടെ നിന്നു. വീണ്ടും അദ്ദേഹം യമനിലേക്ക് പോയി. വലിയ വലിയ യാത്രാ സംഘമായി പ്രവാചകന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. വിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ വലിയ വലിയ യാത്രാ സംഘങ്ങളായി തിരിച്ചു വരികയാണ്. അക്കൂട്ടത്തിൽ ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സഹാബിന്റെ പേരെന്താ? തുഫൈൽ ഇബ്നു അംർ അദ്ദൂസി റളിയല്ലാഹു അൻഹു. മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്നവന്റെ അതേ പ്രതിഫലം അയാളിൽ നിന്ന് ഒന്നുപോലും ചുരുങ്ങാതെ നമുക്കും ലഭിക്കുന്നതാണ്. ഉണ്ടോ? നന്മ അറിയിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തുഫൈൽ ഇബ്നു അംർ അദ്ദൂസി റളിയല്ലാഹു അൻഹു ആണ് ആരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണേ? അബൂഹുറൈറ. നിങ്ങൾക്കറിയോ, ഒരു ഹദീസ് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുമ്പോൾ, അബൂഹുറൈറ റിവായത്ത് വന്ന ഒരു ഹദീസ് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ആർക്ക് കിട്ടാണ്? അബൂഹുറൈറ കിട്ടാൻ. ആ പ്രതിഫലം ഒന്നുപോലും കുറയാതെ പേരുകൊണ്ട് പോലും നമുക്കറിയാത്ത ആർക്ക് കിട്ടാണ്? തുഫൈൽ ഇബ്നു അംർ അദ്ദൂസി റളിയല്ലാഹു അൻഹു. ഇത് ഭയങ്കര ഒരു മണിച്ചെയ്യനാണ്. നമ്മൾ സാധാരണ പറയില്ലേ, ഒരാൾ അടുത്ത ആളെ ചേർത്തോ അയാൾ മറ്റാളെ ചേർത്തോ, റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയും. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നാനോ പൊട്ടി ഡിസൈർ പൊട്ടി, ആദ്യം പൈസ വാങ്ങിയ ആളെ കാണാനില്ല, ലാഭം കിട്ടിയവരും കാണാനില്ല, നമ്മുടെ കാര്യം അല്ലേ എന്നാ അല്ല പറയണ ഈ മണിച്ചെയ്യല്ലേ, ഇത് അവസാനിക്കില്ലേ? അവസാനിക്കില്ല, ഇത് അവസാനം വരെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മൾ ഇവിടെ ക്ലാസ് നടത്തി ഇതിന്റെ പ്രതിഫലം മാലിക് ഇബ്നു ദീനാറും സംഘവും ഖബറിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ തുടക്കക്കാരവരാണ്. നാളെ നമ്മൾ മരിച്ചു പോയാലും ഈ നാട്ടിൽ ഇതിന്റെ വെളിച്ചുണ്ടാവണം, ഇതിനൊരു ഏറ്റെടുക്കുന്ന ആളുകൾ ഉണ്ടാവണം. അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക്. അതാണ് പറഞ്ഞത്, ഇദാ മാത്തൽ മുസ്ലിമു ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളില്ലാതെ ബാക്കിയെല്ലാം അവിടെ മുറിഞ്ഞു പോകുമെങ്കിൽ വീണ്ടും അവന്റെ ഖബറിലേക്ക് വരുന്ന പുണ്യങ്ങളുണ്ട്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനമാണ്. മറ്റൊന്ന് നാഫിയായ ഇൽമാണ്, മറ്റൊന്ന് ജാരിയായ സദഖയാണ്. ഇത് ഖബറിക്ക് നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിക്ക് വരികയെന്നാണ്. സാലിഹായ മക്കളുടെ പ്രാർത്ഥന, നാഫിയായ ഇൽമ, ജാരിയായ സദഖ. എങ്ങനെ കിട്ടുമെന്ന് പറയണേ? നിങ്ങൾക്കറിയാം, ഈ ഹദീസ് വെച്ചിട്ട് ഇത് ഖുർആനിലെ സൂറത്ത് നജ്മിൽ ഒരു ആയത്തുണ്ട്, ഒരു മനുഷ്യനും അവൻ ചെയ്തതല്ലാതെ കിട്ടൂല. ആ ആയത്തിനെ ഇബ്നു കസീർ ഷാഫി ഇമാമിന്റെ മേഖലയിൽ അതിന് തഫ്സീർ ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഷാഫി ഇമാം ഈ ആയത്തിനെ ഇസ്തിംബാത്ത് ചെയ്തത്, തെളിവ് പിടിച്ചത്, ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അത് മരിച്ചവർക്ക് കിട്ടൂല. മയ്യത്തിന്റെ അടുക്കലിരുന്ന് ഖുർആൻ ഓതിയിട്ട് യാസീൻ ഓതി ഖത്മുൽ ഖുർആനിന്റെ ദുആകൾ നടത്തി അത് മരിച്ചവർക്ക് ഹദിയ ചെയ്താ അത് മരിച്ചവർക്ക് കിട്ടൂല. കാരണം എന്താണ്? അത് അവരുടെ പ്രവർത്തനമല്ല, സമ്പാദ്യമല്ല. അള്ളാന്റെ ഹബീബ് സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല. ഒരു ഖണ്ഡിതമായ ടെക്സ്റ്റോടുകൂടെ അള്ളാന്റെ ഹബീബ് മാർഗദർശനം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ സഹാബത്ത് നമ്മളെക്കാൾ മുമ്പ് അത് ചെയ്യുമായിരുന്നു. ഏത്? ഖുർആൻ ഓതി ഹദിയ ചെയ്യൽ. അടുത്ത വാക്കെന്ന് അറിയോ? എന്നാൽ അള്ളാന്റെ മുത്ത് നബി പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാൽ സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയുണ്ടോ, നാഫിയായ ഇൽമുണ്ടോ, ജാരിയായ സദഖയുണ്ടോ, അവരുടെ ഖബറിലേക്ക് കടന്നു വരും. എന്താണ് കാരണം? അല്ലാഹ് പറഞ്ഞു, വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അവർ ചെയ്തതും അവരെ അസറായതും അവരുടെ അടയാളങ്ങളും അവരുടെ സബബുകളും അവരെ കാരണമായത്
മക്കളെ സ്വാലിഹീങ്ങളായി വളർത്തിയത് ബാപ്പയാണ്. നാഫിയായ ഇൽമെന്ന് പറഞ്ഞാൽ അറിവുകളുടെ കൈമാറ്റമാണ്, പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളാണ്, ഒരു ഹക്കിനെ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കലാണ്. നാളെ നമ്മൾ ഖബറിലാകുമ്പോ അത് എത്രമേൽ ഇവിടെ പ്രവർത്തിക്കപ്പെടുന്നുവോ അതിന്റെ പുണ്യം നമ്മളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച എത്ര സഹാബത്തുണ്ട്? 10 പേര് അല്ലേ? ഒന്നാമൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബാക്കി 9 ആളല്ലേ? 9 ആളിലെ 6 പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ പ്രതിഫലം എവിടെ നിൽക്കണമെന്നല്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതാരാ? അബൂബക്കർ. ഇതൊന്നും നിങ്ങൾക്കറിയോ? ജൂതന്റെ കയ്യിലുള്ള റൂമാ കിണർ മുസ്ലിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തതാരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ? 2026 ആ വഖഫ് അവിടെ നിലനിൽക്കണം. അത് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല സൗദിന്റെ ഔക്കാഫ് അതിനെ കൊണ്ട് നടന്നേ. ഒരു കാലത്ത് അതിന് വെള്ളം ഉപയോഗിച്ചു, പിന്നെ വെള്ളം വീടുകളിലേക്ക് എത്തിച്ചു, പിന്നെ അത് മാറി ഇന്ന് ഹെക്ടർ കണക്കിന് ഭൂമിയിൽ ഈത്തപ്പനയുടെ കൃഷി നടത്തി ഈ റൂമാ കണ്ടറിലെ വെള്ളം കൊണ്ട് അതിനെ നനച്ച് അതിലെ ഈത്തപ്പഴം ദരിദ്ര രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് അതിന്റെ പുണ്യം ആർക്ക് കിട്ടാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പൊ ജാരിയായ സ്വതക്കയും പോണ പോക്ക് അങ്ങനെ. അതുകൊണ്ട് നമ്മളൊരാൾക്ക് ഒരു ഹക്ക് പറഞ്ഞു കൊടുത്താല് നമ്മളൊരു പക്ഷേ നമ്മൾ വിചാരിക്കും ഞാൻ ദാവത്ത് നടത്താൻ അറിയുന്ന ആളല്ല, സംസാരിക്കാൻ അറിയുന്ന ആളല്ല, ഹുച്ചുമ നടത്താൻ അറിയുന്ന ആളല്ല. ഞാൻ പറഞ്ഞ നമ്മളൊരാളോട് പറഞ്ഞു കൊടുത്ത് അയാൾ വഴി മറ്റൊരാൾ ഇസ്ലാമിലേക്ക് വന്നു. ഒരു പക്ഷെ അതിലെ അവരുടെ മകൻ ഒരു പണ്ഡിതനായി, ഒരു നമ്മൾ ഒന്നല്ലേ നമ്മുടെ ജാമിഅത്തിൽ ഒരു ഹിക്കമിയായി, ഒരു ഖുതുബ നിർവഹിക്കുന്ന ആളായി, ജനങ്ങൾക്കൊരു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായി. നമുക്ക് അതിനൊന്നും പ്രാപ്തിയില്ല. ആ കൂലിയൊക്കെ കൊടുക്ക് കിട്ടാൻ അയാളിൽ നിന്നൊന്നുപോലും കുറയാതെ നമുക്ക് കൂടെ കിട്ടുന്ന വല്ലാത്തൊരു അനുഭൂതിയാണ് ദഅവത്ത്. അപ്പോ മാത്രമല്ല, ദുനിയാവിലെ കിട്ടാവുന്ന സമ്പത്തിൽ ഏറ്റവും വലുതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഖൈബറിന്റെ തലേ രാത്രിയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അലിയേ നീ കാരണം ഒരാള് സന്മാർഗത്തിലേക്ക് വരുന്നുവെങ്കിൽ അത് ഹുമറുന്നഅമിനെക്കാളും ചുവന്ന ഒട്ടകത്തെക്കാളും നിനക്ക് പ്രതിഫലമുള്ളതാണ്. അറബികൾ ഏറ്റവും മൂല്യമുള്ള സ്വത്തായിട്ട് കാണുന്ന എന്താണ്? ചുവന്നൊട്ടകൻ. അപ്പൊ അതിനേക്കാളും നിനക്ക് പ്രതിഫലം നീ കാരണം ഒരാളുടെ ഹിദായത്തിലേക്ക് കടന്നു വരണാണെന്ന നമ്മുടെ മീസാനിൽ അറിയാതെ നന്മ കൂടുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ ഖുർആൻ പറയാം, ജനങ്ങളോട് ഉപദേശിക്കുന്നതിന് കൂടെ വേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു സത്യം ഉൾക്കൊള്ളാൻ നമ്മൾ എന്ത് ചെയ്തേ? ഇത് സത്യമാണോ? ഇത് പ്രബോധനാണോ? ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണേ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണേ. നിങ്ങള് ആരും പൂമാനതെന്ന് സ്വീകരിച്ചോളണമെന്നില്ല, ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചുകൊള്ളണമെന്നില്ല. ശത്രുക്കളാണ് കൂടുതലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ വരുമ്പോ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണേ എന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂല് ആയത്തോതി കൊടുത്തതാരോട്? ക്ഷമയുടെ പര്യായങ്ങളായി ജീവിച്ചു വന്ന സ്വഹാബത്തിനോട് അല്ലേ? എത്ര വേദന അവര് ചെയ്യും ആളുകൾ. പക്ഷെ തിരിച്ച് എടുക്കേണ്ട ഒരു സമീപനമാണ് ക്ഷമയെന്ന താരാട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാൻ ക്ഷമ വേണം, ആരാധന ചെയ്യാനും ക്ഷമ വേണം, ദഅവത്ത് നടത്തുമ്പോൾ പ്രയാസം ഉണ്ടാവുമ്പോഴും ക്ഷമ വേണം. അങ്ങേയറ്റത്തെ ക്ഷമയില്ലാതെ ഒന്നും എന്ത് നടക്കൂല? ദഅവത്ത് നടക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇപ്പോ മുസ്നദ് അഹ്മദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു ഹദീസാണ്, ഋഷങ്ങൾക്കറിയും. ഒരു മാഷിത്ത എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മളിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എന്താ അനുഭവിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. ഒരു പക്ഷെ നമ്മളൊരു വേദി കയ്യേറിയത് വരും, കല്ലെറിഞ്ഞെന്ന് വരും, വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ചെയ്തെന്ന് വരും. അങ്ങനൊക്കെ ഇപ്പൊ കുറച്ച് ഇതും കുറച്ചും കൂടെ ഒക്കെ എന്തായി മാറ്റം വന്നു. ആളുകള് വലിയ പ്രയാസത്തിൽ നിന്നൊക്കെ, കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങളും ഒക്കെ വന്ന ആളുകളൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റത്തിലേക്കൊക്കെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുള്ളൊരു സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ആളുകൾ മാറി. ഞാനത് വെറുതെ പറയില്ല കേട്ടോ. 2010-11 എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തിരുവനന്തപുരത്ത് കിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗണ്ണനത്തിന് ഫസ്റ്റ് ഗണ്ണനാണ് പ്രസംഗിക്കാൻ വേണ്ടി പോയ അവിടുത്തെ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ 3 ആൾക്കാരേ ഉള്ളൂ നാട്ടിൽ, ബാക്കി ഒക്കെ പ്രസംഗത്തിന് വന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരെന്താ ചെയ്തു വെച്ചാൽ ഇവരാരും മഗ്‌രിബ് നിസ്കരിക്കാൻ വരാതെ
കൊടി ഒക്കെ എടുത്തിട്ട് ഇറങ്ങി ആ വടിയോണ്ട് അവിടുത്തെ കസേര കുറെ തല്ലി ക്യാമറ പൊളിച്ചു. അങ്ങനെ വന്ന് ആ പള്ളിയുടെ മുമ്പിൽ പള്ളിയിൽ നിസ്കരിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരണമൊക്കെ ആളുകളൊക്കെ അടിച്ചു. പ്രോഗ്രാം തുടങ്ങാനും കൂടി എന്ത് ചെയ്തില്ല, സംഭവിച്ചില്ല. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവിടുത്തെ സെക്രട്ടറി എന്നെ ആ പള്ളിയുടെ റൂമിൽ പൂട്ടിയിട്ടു. അപ്പോൾ അയാൾ നല്ല മനുഷ്യനായിട്ട് പൂട്ടിയിട്ട് കേട്ടോ, രോഗം കൊണ്ടില്ല. കാരണം നമ്മുടെ പുറത്ത് കിട്ടി അവർ ശരിക്കും കൈകാര്യം ചെയ്യുന്ന അറിയണോണ്ട് അയാൾ എന്ത് ചെയ്തു, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പൂട്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നെ വേറൊരാളുടെ വീട്ടിൽ കൊണ്ടാക്കി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുന്ന് നാളുകൾ കഴിഞ്ഞു, 10-12 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രഭാഷണത്തിനൊരു അവസരം വന്ന് പ്രസംഗിക്കണം എന്ന് പറയാം. ആ നാട്ടിലെ സുന്നിപ്പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും സ്റ്റേജും ഭരിക്കണം. നമ്മൾ അൽഹംദുലില്ലാഹ് ദഅവത്ത് നടത്തി. അപ്പോഴാണ് പീസ് റേഡിയോയിൽ നിന്ന് 2 പേർക്ക് അവിടെ അവാർഡ് കിട്ടാൻ, നമ്മൾ ആരും എത്താത്തൊരു നാട്ടിൽ അവിടെ ഓൺലൈൻ മാധ്യമത്തിലൂടെ പഠിച്ച്. അപ്പോൾ ആളുകൾക്കിടയിൽ എന്ത് വരും, സ്വീകാര്യതകൾ നമ്മൾ പോലും അറിയാതെ കടന്നു വരും. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, അലസന്മാരായിട്ട് പോകരുത്. പക്ഷെ നമ്മളൊക്കെ എത്രയല്ലേ അനുഭവിച്ചിട്ടുള്ളൂ. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നുള്ള എൻ്റെ പേരിൽ ഫിറൗനിന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ് മാഷിത്ത. ഫിറൗനിന്റെ മകളുടെ മുടി ഇങ്ങനെ ചീകി കൊടുക്കുമ്പോൾ ചീർപ്പ് ഇങ്ങനെ താഴെ വീണിട്ട് അത് എടുക്കുമ്പോൾ അവർ പറഞ്ഞു ബിസ്മില്ലാ എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ഫിറൗനിന്റെ മകള് ചോദിക്കണം, എന്റെ ബാപ്പാന്റെ പേരല്ലേ നീ പറഞ്ഞത്? അവരോട് ഒരിക്കലല്ല, നിന്റെ പിതാവിന്റെയും രക്ഷിതാവായ അല്ലാഹ്. പിന്നെ പെൺകുട്ടി വെറുതെക്കോ നേരെ ഫിറൗന്റെ അടുക്ക പോയി പറഞ്ഞു, കൊട്ടാരത്തിലെ മാഷിത്ത മൂസ പറഞ്ഞ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഫിറൗനും പരിവാരങ്ങളും കടന്നു വന്നു. അവരോട് പിന്മാറാനുള്ള ഒരുക്കമുണ്ടോ ചോദിച്ചു. അവർ പറഞ്ഞു ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവിടെ കാണാ ഹദീസില് കാണാ ബഖരിയ പശുവിന്റെ ആകൃതിയിലുള്ള പാത്രത്തില് എണ്ണ പോലെ തിളപ്പിക്കുകയാണ്. എന്നിട്ടും ആശിതയുടെ മൂത്ത കുഞ്ഞിനെ ഫിറൗന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, നിന്റെ മകളെ ഞാൻ ഇവിടെ കരിച്ചു കളയുകയാണ്, പിന്മാറാനുള്ള ഒരുക്കമുണ്ടോ? അവര് പറഞ്ഞു ഒരിക്കലുമില്ല. ആ ഉമ്മാടെ മുന്നിൽ വെച്ച ആ കുഞ്ഞിനെ എണ്ണയിലൂടെ കരിച്ചു കളയുമ്പോ, ജീവന് വേണ്ടി മോള് പിടക്കുമ്പോ, അവസാനത്തെ കരച്ചിൽ കരയുമ്പോ അത് കണ്ടു നിൽക്കേണ്ടി വന്ന ഉമ്മാന്റെ മാനസികാവസ്ഥ എന്താണ്? പ്രിയമുള്ളവരെ, 2ാമത്തെ കുഞ്ഞിനെയും പിടിക്കുന്നുണ്ട് ഫിറഔൻ. പിന്മാറാനുള്ള ഒരുക്കമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു, എന്റെയും നിന്റെയും രക്ഷിതാവ് അല്ലാഹ്. 2ാമത്തെ കുഞ്ഞിനെയും അതിലൂടെ കരിച്ചു കളയുകയാണ്. 3ാമത്തെ കുഞ്ഞുള്ളത് മാഷിതായുടെ മാരണത്തിലാണ്. മുലകുടിക്കുന്ന പ്രായത്തിലുള്ള ഇളം പൈതലാണെങ്കിൽ മാതാവിന്റെ മാരണത്തിൽ നിന്ന് കുഞ്ഞിനെ പറിച്ചെടുക്കുമ്പോ ആ ഉമ്മാന്റെ ഹൃദയം ഒന്ന് വിറച്ചു പോയെന്നാണ്. ആ സമയത്ത് ആ കുഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാമിന് പുറമെ സാഹിബ് ജുറൈജിന് പുറമെ 3ാമതായി സംസാരിച്ചൊരു കുഞ്ഞാണെങ്കിൽ ഉമ്മ اقتهمي فإن عذاب الدنيا أهون من عذاب الآخرة. എന്നെ വിട്ടേക്കും, ദുനിയാവിലെ അദാബൊക്കെ നിസ്സാരമാണെന്ന്, ഈ കരിച്ച കളയുന്ന ശിക്ഷയും നിസ്സാരമാണെന്ന്, പരലോകമാണ് കഠിനമെന്ന് പറയുമ്പോ ആ സഹോദരി പറയുന്നുണ്ട്, ഫിറഔൻ എന്റെ കുഞ്ഞിനെയും നീ കൊന്നു കളഞ്ഞേക്കുക, അവസാനം നീ എന്നെയും കൊല്ലുമ്പോ ഞങ്ങളെ മുഴുവനും നീ ഒരൊറ്റ തുണിയിലൂടെ ഒരൊറ്റ കുഴിയിൽ നീ ഞങ്ങളെ മറമാടണേ ഫിറഔൻ. മിഅ്റാജിന്റെ വേളയിൽ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ജിബ്രീലേ ഒരു സുന്ദരമായ പരിമളം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ടല്ലോ, നല്ല സുഗന്ധം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ ജിബ്രീല്. അവിടുന്ന് ജിബ്രീല് പറഞ്ഞു, നബിയേ മാഷിത്ത എന്ന് പറയുന്ന സഹോദരി അവരുടെ മക്കളെയും ഒരു കുഴിയിലൂടെ മറമാടിയിട്ടുണ്ട്. അവരുടെ ഖബറിൽ നിന്ന് വരുന്ന സുഗന്ധമാണ് നബിയേ. ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില്ല ഫതഹായിന്റെ മലഞ്ചെരുവിലെ ഉമയ്യത്തിന്റെ കിങ്കരന്മാരെ ബിലാലിനെ ആക്രമിക്കുമ്പോ അറിയാത്ത ആരുമില്ല, എല്ലാരും പാടി ബിലാല് പാടി നടന്നവരെ. പക്ഷേ നമ്മുടെ ആരെങ്കിലും ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടാവില്ല. ഫതഹായിന്റെ മലഞ്ചെരുവില് കരിമ്പാറ നിബിടാണ് മണ്ണ്, വെറും മണല് മാത്രമല്ല. അവിടെ ഒരു കമീസിന്റെ മറയില്ലാത്ത അറേബ്യൻ ചൂടില് ഒരു മനുഷ്യനെ മലർത്തി കിടത്തിയിട്ട് നെഞ്ചിന്റെ മേലെ, നിങ്ങളുടെ ഹറമില് പോയിട്ട് ചെരുപ്പ് മിസ്സായിട്ട് കുറച്ചുകൂടെ നടക്കണ
അവസ്ഥ ഒന്ന് ആലോചിച്ചു നിങ്ങൾ അല്ലേ? അവിടെ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ത്യാഗം ആലോചിക്കുമ്പോൾ ഈ മക്ക മണൽത്തട്ട് എന്നുള്ളത് സാഹിത്യത്തിന് പറയാന്നുള്ളത് മക്കൾക്ക് മണൽത്തട്ടല്ല, പാറ നിബിഡമായ മണ്ണാണ് മക്ക, അതും കരിമ്പാറ നിബിഡൻ. അവിടെയാ ബിലാലിനെ കിടത്തിയത്, അവിടെയാ റസൂലുള്ളാഹിനെ ചവിട്ടിയത്, അവിടെയാ അമ്മാർ ഇബ്നു യാസിറിന്റെ കുടുംബം ത്യാഗം അനുഭവിച്ചത്. അവിടെ ഇങ്ങനെ ബിലാലിനെ മലർത്തി കിടത്തി, കമ്മീസില്ല, നെഞ്ചിന്റെ മേലെ പാറക്കല്ലും വെച്ച് കുട്ടികളെ കൊണ്ട് വലിപ്പിക്കാൻ. അവസ്ഥ എന്താന്ന് ആലോചിച്ചൊക്കെ. ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മുഖത്തിലേക്ക് കാർക്കിച്ചു തുപ്പിയ കപത്തിന്റെ തുള്ളികളെ കൊണ്ട് പരിഹസിക്കപ്പെടേണ്ടി വന്നപ്പോ ആകാശഗോപുരങ്ങളിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. അതിന്റെ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല, ഇല്ല. ഓരോ വേളകൾ മുത്തുനബി ആവട്ടെ, സ്വഹാബത്താവട്ടെ, ഇത് നമ്മളോട് പറയുന്ന എന്തിനെന്നറിയാം, നമുക്കൊരു ഈമാനിന്റെ ചൈതന്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സഹാബത്തിനോട്, നിങ്ങൾ ആ ത്യാഗത്തിന്റെ കഥ ഒന്ന് പറ, നമുക്കൊന്ന് ഈമാൻ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട്. എഴുന്നേൽക്ക് ഖത്താബ്, ആ ത്യാഗത്തിന്റെ കഥ ഒന്ന് പറ. അദ്ദേഹത്തിന്റെ കരിമ്പടം മാറ്റുമ്പോ പുറത്തിങ്ങനെ രണ്ട് കുഴികളെ പോലെ ഇങ്ങനെ കാണാം. എന്റെ യജമാനൻ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു, അയാളുടെ ആലയിൽ കല്ല് പഴിപ്പിച്ചിട്ട്, ഇത് നിങ്ങൾ ആലോചിച്ച്, ഇരുമ്പ് പഴിപ്പിക്കുന്നതിനേക്കാളും പ്രയാസാണ് കല്ലുകൊണ്ട് പൊള്ളലേറ്റാൽ, പെട്ടെന്ന് മാറില്ല. ആ കല്ല് പഴിപ്പിച്ച് കല്ലിന്റെ മേലെ എന്നെ മലർത്തി കിടത്തി, എന്നെ വലിച്ചതിന്റെ അടയാളമാണെന്ന് ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ നിങ്ങൾ നോക്ക്, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ ഷഹീദായ വനിത സുമയ്യ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവുണ്ട് അവിടെ, അമ്മാർ ഇബ്നു യാസിറിന്റെ കുടുംബത്തോട് യാസിർ കുടുംബം ക്ഷമിച്ചാലും അള്ളാന്റെ സഹായം ഉണ്ടാവും. ഇനി എപ്പോഴാ അള്ളാന്റെ സഹായം ഉണ്ടാവുക എന്ന് വരെ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലേ? എന്നിട്ട് നമ്മുടെ ആലോചിച്ച് നമ്മൾ പറയണ ബിലാല് പോണ സ്വർഗം, ഖബ്ബാബ് പോണ സ്വർഗം, ഹുബൈബ പോണ സ്വർഗം, അമ്മാർ ഇബ്നു യാസിർ പോണ സ്വർഗം, ഇതൊക്കെ പറയണേ അലസമായി ഇരുന്നിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, അള്ളാന്റെ മാർഗത്തില് എന്റേതായി അടയാളപ്പെടുത്താൻ എന്തുണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട, പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ അൽഹംദുലില്ലാഹ് തിരിഞ്ഞു വരണ ഒരു സാഹചര്യം. ഏറ്റവും വലിയ സന്തോഷം ഇവിടെ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ സോഫകളിൽ ചാരിയിരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളോട് ഗോഷ്ഠി കാണിച്ചവരെ, നിങ്ങളെ പരിഹസിച്ചവരെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവർ പ്രവർത്തിച്ചതിനുള്ളത് അവർക്ക് കിട്ടിയിട്ടില്ലേ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കാണാൻ കഴിയാവുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കുന്ന. അതുകൊണ്ട് ആരുടെ പരിഹാസത്തെയും നമ്മൾ കണക്കിലെടുക്കണ്ട. പഠിക്കുക, അറിയാം, അറിവിനെ എത്തിച്ചു കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്തില്ലെന്ന് പരിശോധിക്കാൻ അള്ളാന്റെ ഹബീബ് ഹജ്ജത്തുൽ വിദായിലെ 1,40,000-ഓളം വരുന്ന സഹാബത്തിനോടാണ് അള്ളാന്റെ ഹബീബ് സംസാരിച്ചത്. നിങ്ങളാലോചിച്ചൊക്കെ, അതില് ഇത്ര ആളിരിക്കുമ്പോൾ തന്നെ നമ്മൾ മൈക്ക വെച്ചിട്ടുണ്ട്. 1,40,000 ആളുകളോട് റസൂൽ സംസാരിച്ചത് മൈക്കില്ലാണ്ടാണ്. പക്ഷെ ഒരു മുബല്ലിയായി ഏർപ്പെടുത്തി. മുബല്ലി പറഞ്ഞാൽ ഏറ്റു പറയുന്ന ആള്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഹറമിലൊക്കെ പോയാൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വേറൊരു അല്ലാഹു അക്ബർ എന്ന് കേൾക്കും. പല ആൾക്കാരും തെറ്റിദ്ധരിക്കലുണ്ട്. മയ്യത്ത് നിസ്കാരത്തില് അവിടെ ഇമാമൊക്കെ ഒരു സലാമേ വിട്ടുള്ളൂ. നമ്മൾ വിചാരം 2 സലാം, ഒന്ന് മുബല്ലി തന്നെയാണ്, ഒന്ന് ഇമാമിന്റെ ആണ്. അല്ലാണ്ട് 2 സലാം അവിടെ വീട്ടിലില്ല. അതിന്റെ അർത്ഥത്തിൽ ഇനി 2 നിസ്കരിക്കണവരെ പൊള്ളക്ക് പോയി പിടിക്കാൻ നിൽക്കണ്ട, അതിനും തെളിവുണ്ട്. അപ്പോ ഒരു സലാം വീട്ടാണ് ഹറമില്, വലതുഭാഗത്തേക്ക് ഒരു സലാം. പ്രവാചകൻ കൂടുതൽ ചെയ്തിരുന്നതും ഒറ്റ സലാമായിരുന്നു. സ്വഹാബത്തിന്റെ ചര്യയിലും കൂടുതൽ കാണുന്നത് ഒറ്റ സലാമായിരുന്നു. ഒരാൾ 2 സലാം വിട്ടുമ്പോൾ പരടി പോയി തിരിച്ച് മതി നിർത്തിക്കൊന്നും പറയാതെ നിൽക്കണ്ട, അതിനും തെളിവുണ്ട് നിറച്ചും. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അന്ന് മുബല്ലി ആയിട്ട് അലി റളിയല്ലാഹു അൻഹു ഏർപ്പെടുത്തി. പക്ഷേ പ്രവാചകന്റെ മുഅ്ജിസത്ത് പുലർന്ന സന്ദർഭമാണ് അറഫയുടെ പ്രഭാഷണം. ഒരു മുബല്ലിന്റെയും ആവശ്യമില്ലാതെ, ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ അകമ്പടിയില്ലാതെ 1,40,000 വരുന്ന സഹാബത്തിന്റെയും കാതുകളിൽ വ്യക്തമായി അല്ലാഹു അതിനെ കേൾപ്പിച്ചു കൊടുത്തു എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടമായ ഒരു മുഅ്ജിസത്താണ്. ആ സംസാരം നടക്കുമ്പോൾ നിങ്ങൾ നോക്കേ, 1,40,000-ഓളം വരുന്ന സഹാബത്തിലെ ഇന്ന് മക്കയും മദീനയും മരിച്ചു പറക്കിയാലെ എത്ര
സഹാബത്തിന്റെ ഖബറുണ്ടാവും. 10,000-15,000 ഖബറല്ലേ കാണുള്ളൂ. ബാക്കിയുള്ള സഹാബത്തൊക്കെ എവിടെയാ? ലോകത്തിന്റെ നാനാദിക്കിലെത്തി. സ്പെയിൻ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്പെയിനാണ്. നമ്മൾ വേൾഡ് കപ്പും സംസ്കാരമൊക്കെ പറഞ്ഞിട്ട് ലാമിൻ യമാലിന്റെ പിന്നാലൊക്കെയാണ് എല്ലാവരും ഉള്ളത്. ഞാൻ പറഞ്ഞത് ആ സ്പെയിനിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം. ഇസ്ലാമിക് സ്പെയിനാണ്. ലോകത്ത് ആദ്യമായിട്ട് ഫ്ലൈറ്റ് പറത്തിയത് പിന്നെ റൈറ്റ് സഹോദരന്മാരല്ല, അതിനു മുമ്പ് ഇസ്ലാമിക് നവോത്ഥാനത്തിന്റെ കാലഘട്ടമാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ അറിയാതെ പോവാൻ. അന്ന് സ്വഹാബത്ത് നാനാദിക്കിലേക്കോടി കേരളത്തിൽ വന്നില്ലേ? പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. അപ്പൊ അങ്ങനെ എല്ലാ നാടുകളിലും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് അവർ പോയി. മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു പസഫിക് സമുദ്രത്തിന്റെ മുന്നിൽ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഇതിനപ്പുറത്തൊരു നാടുണ്ടെന്ന് ഞാൻ അറിയുമായിരുന്നെങ്കിൽ എന്റെ കുതിരയും കൊണ്ട് ഞാൻ മുറിച്ചു കിടക്കുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന് അറിയില്ല ഇതിനപ്പുറത്ത് അമേരിക്കൻ ഐക്യനാടുകളുണ്ടെന്ന്. അത് പസഫിക് സമുദ്രത്തിന്റെ അപ്പുറത്ത് അമേരിക്കൻ ഐക്യനാടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. പക്ഷെ മനസ്സ് നോക്കി, എന്റെ കുതിരയും കൊണ്ട് ഞാൻ മുറിച്ചു കിടക്കുന്ന പറഞ്ഞേ, കുതിരയും കൊണ്ട് കടൽ കിടക്കും. പക്ഷെ ഇച്ഛാശക്തിയാൽ അത് ചെയ്യും, ആ നാട്ടിലെത്തുമെന്നുള്ള ആ ഒരു മനസ്സ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ പ്രബോധന മേഖലകളിൽ വ്യാപൃതരാവുക, അതിനെ ഒരു സംഘടിതമായ രൂപത്തിലൂടെ. അപ്പൊ ഞാൻ അതിലേക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി എന്നല്ലാതെ മൂന്നാളുണ്ടെങ്കിൽ ഒരാൾ ഇമാമായി, നമ്മൾ ഒരാൾ ഒറ്റക്ക് നിർവഹിക്കുന്നതിനെ ഒരുപാട് ഫാസ്റ്റായി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നല്ല ഹിക്മത്തോടെ ഉലമാക്കൾ അതിനെ ആയത്തിനെ തഫ്സീർ ചെയ്യുമ്പോൾ പറഞ്ഞു, ആ ഹിക്മത്ത് ഹദീസുകളാൽ, പ്രവാചകന്റെ ഹദീസുകളെ കൊണ്ട്, അതുപോലെ തന്നെ നല്ല ഉപദേശങ്ങളെ കൊണ്ട്, അതെല്ലാം ഹിക്മത്തിൽ ദഅവത്തിന്റെ പ്രാമാണികമായ യുക്തികളെ ഉപയോഗപ്പെടുത്തി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഒരു സംഘത്തിന്റെ കൂടെ നിന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ വക്താക്കളായി മാറാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കാം. ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങളൊക്കെ നമ്മൾ മാറിയ നമുക്ക് പോയി എന്നല്ലാതെ ആർക്ക് പോയി നമ്മൾ ആലോചിക്കണം. അയാളെ സെക്രട്ടറി ആയതുകൊണ്ട് ഞാനില്ല, അയാളെ നോക്കിയിട്ടല്ലല്ലോ. ആർക്കും വേണ്ടി നമ്മൾ പണിയെടുക്കരുത്. ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കണ്ടേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ കൂടെ ആയാൽ ശരിയാവില്ല, ഇയാളുടെ കൂടെ ആയാൽ ശരിയാവും. ഇവരാരുണ്ടാവില്ല. എല്ലാവരും പരലോകത്ത് يوم يدعو آدم وأنبياء نفسي 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 എല്ലാവരും പറയും എൻ്റെ ശരീരമേ. يوم يدعو خير خلقه الأنبياء أمتي يا أمتي يا أمتي. എന്റെ ഉമ്മത്തെ എന്ന് വിളിക്കുന്നത് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കില് ബാക്കിയുള്ളവരൊക്കെ എന്റെ ശരീരം എന്ന് പറഞ്ഞ് കരയും. അന്ന് സെക്രട്ടറി ഉണ്ടായതുകൊണ്ട് ഞാൻ ഉണ്ടായില്ല, ഓനുള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഭയങ്കര രസമായ ഒരു സംഭവം എന്താ അറിയാമോ? ഒരുപാട് സംഘടനയാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ. മൂച്ചോൻ ആ സംഘടനയാണെങ്കിൽ ഞാനിതിലാണ്, ഓനുള്ളതിൽ ഞാനില്ല. അങ്ങനെയാണോ? അല്ല. പ്രമാണം എവിടെയാണോ ആ പ്രമാണത്തിൽ നിൽക്കാം. സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കാം. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ഏതാണോ നമുക്ക് കഴിയാവുന്നത് അത് നമ്മൾ ചെയ്യുക. അൽഹംദുലില്ലാഹ് അല്ലാഹു അതിലിങ്ങനെ കഴിവുകൾ ചെയ്യും. ഞാനൊക്കെ പലപ്പോഴും നമ്മുടെ കണ്ണൂർ വാരത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു 6ാം ക്ലാസ്സുകാരൻ ലാപ്ടോപ്പായിട്ട് ഇങ്ങനെ വരും. അന്ന് ബൈലക്സ് മെസ്സഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇതിങ്ങനെ പടപടവയസ്സിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ ആയത്തെ നമ്പറൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന, ആരോട് അധികം ഒന്നും ഉണ്ടാത്ത ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് പ്രബോധനത്തിന്റെ രംഗത്ത് അന്ന് ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവനെ കൊണ്ട് ചെയ്യാവുന്ന പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് പ്രബോധന രീതിയിൽ ഒരു ശക്തമായ സാന്നിധ്യമാണ് നമ്മുടെ ഡോക്ടർ അബ്ദുള്ള ബാസിലെ. അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞത്, ഒരു വാപ്പിയൊക്കെ ഒരു വഴിക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ ആ പ്രായത്തിൽ അവർക്ക് കഴിയാവുന്നത് അൽഹംദുലില്ലാഹ് അവർ ചെയ്യാൻ, അത് നമ്മളും നമ്മുടെ മക്കളിൽ ആ ഒരു മാർഗത്തിൽ എന്താണെന്നറിയാം, മറ്റുള്ള ആളുകളുടെ കൂട്ടുകൂടുമ്പോൾ മക്കൾ ആ വഴിക്കൊക്കെ ചെയ്യും. നമ്മളുടെ ഒരു ഇസ്ലാമിക് കൾച്ചർ, ഒരു ദഅവ കൾച്ചർ, പള്ളി ഉത്തരവാദിത്വം അതിൽ മക്കളെയും കൂടെ ആഡ് ചെയ്ത് മുതിർന്ന ആൾക്കാർ മാത്രം കമ്മിറ്റ് ചെയ്യുന്നത് ചില കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഉത്തരവാദിത്വം അവർക്കും കൂടെ ഏൽപ്പിച്ച് ഒരു സംഘടിത ചാലക ശക്തിയായി അള്ളാഹിന്റെ മാർഗത്തിൽ ഭൂമിയോളം ക്ഷമിക്കുന്നവരായി ചെറിയ ചെറിയ കാര്യം ഈഗോ ഒന്നും വർക്കൗട്ട് ആവേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ ഇവർക്കാർക്കും വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ, പഠിച്ചവന് വേണ്ടിയിട്ടല്ലേ. ആ ഒരു മാർഗത്തിൽ നിലകൊള്ളാൻ നമ്മൾ തയ്യാറാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഇവരെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ഒരു പ്രബോധനത്തിൽ രോഗമാന്യതയില്ലാതെ റിയാഇൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ മുഷാവറകളിലും യോഗങ്ങളിലും ഒക്കെ നമ്മൾ പങ്കെടുത്ത്, എന്താ പറയുക, ഒരു പ്രോഗ്രാം ഇവിടെ വിജ്ഞാന വേദി നടക്കാൻ ഇതിലൊരു മീറ്റിംഗ് കൂടി ഉണ്ടാവുമല്ലോ. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവർക്കൊക്കെ അൽഹംദുലില്ലാഹ് ഇതിൻ്റെ പ്രതിഫലം കിട്ടുകയാണ്. ഒരുപക്ഷെ ഒരാൾക്കൊന്നും അവിടെ വരാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം, അദ്ദേഹത്തിന് പോലും കൂലി കിട്ടണം. എന്തുകൊണ്ടാണ് ഈ ഇൽമിന്റെ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ, ഒരായത്ത് പറയാൻ, ഒരു ഹദീസ് പറയാൻ, അത് ഉൾക്കൊള്ളാൻ, ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് നിസ്സാരല്ല. കാരണം നിങ്ങളുടെ ഉടുമ്പന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തൊടുപുഴയിൽ. പ്രസംഗം തീരെയാണ് 9:52 സമയം. ആ സമയത്ത് ക്രിക്കറ്റ് ബാറ്റ് വെച്ച് ബൈക്കുമ്പോൾ കുറേ പിള്ളേരുകൾ വന്ന് അതിലൊരുത്ത സ്റ്റേജ് ഒക്കെ കണ്ട് ഓടിക്കയറി വരും, നേരെ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ അവിടെ നിന്നിരുന്നവർക്കൊന്നും പ്രശ്നമില്ല, ആ നേരത്തെ വന്നവർക്കാണ് പ്രശ്നം. പിന്നീട് ബോംബെ ഛത്രപതി ശിവാജി എയർപോർട്ടിൽ നിന്ന് ഞാനൊരിക്കൽ പുറത്തു പോകുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അന്ന് ബാറ്റായിട്ട് വന്നാണ് ഞാൻ അവിടെ പോയി. അവിടെ നിന്നൊരു സലഫി സഹോദരനെ കണ്ടു, അയാൾ 4ാം ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ മാറ്റങ്ങൾ കിട്ടുന്ന അള്ളാഹു അതിനൊക്കെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഒരു കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നിയമത്തെ. കർണാടകയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു, അദ്ദേഹം ഒന്ന് കബറിലാണ്, അള്ളാഹു മാഫിറച്ചും മറഹമത്ത് നൽകട്ടെ. അപ്പോൾ അദ്ദേഹത്തോട് ഇവരെല്ലാവരും പറഞ്ഞാൽ കേരളക്കാരനാണ്, മലയാളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് അയാളോട് നാട് എവിടെ ചോദിച്ചു, അയാൾ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ അപ്പോൾ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു കുഗ്രാമാണ് ഞാൻ. സത്യത്തിൽ എൻ്റെ നാടിനെയാണ് കുഗ്രാം എന്ന് പറഞ്ഞത്, ആ കുഗ്രാമത്തിലാണ് ആളുടെ വീടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇസ്ലാം സ്വീകരിച്ചാണ് നാട് വിട്ടു വന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് വീട്ടിൽ, അപ്പോൾ അയാളുടെ നാട്ടിൽ പഴയ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു, നാട്ടിൽ വന്ന് വീട്ടിൽ സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഈ ഹിന്ദു സമുദായത്തിലെ പാണന്മാരില്ലേ, പാണന്മാരിൽപ്പെട്ട ഒരാളാണ് അയാൾ. വീടിന് തീയിട്ടിട്ട് നാട് വിട്ടതാണ്, കത്തിച്ചന്ന ചെറുപ്പത്തിലെ കുറ്റക്കേടൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ ഹിദായത്തിലേക്ക് എത്തിച്ചു. അവിടുത്തെ പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ ആയി സലഫി. ഞാനതൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ആദ്യത്തെ സലഫികൾ ഞങ്ങളായിരുന്നു. നമുക്ക് മുമ്പേ സലഫി ഏതൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട പാണ വിഭാഗത്തിൽപ്പെട്ട ഒരുത്തനാണെന്ന് അറിയുമ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് ഖുർആൻ ഹിഫ്ളാക്കി, നേരത്തെ സുബൈക്ക് പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹം നല്ല പ്രായം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അള്ളാഹു അവൻ്റെ ഹിക്മത്ത് അവൻ നടപ്പിലാക്കും. അതിലെവിടെയെങ്കിലുമൊക്കെ ഒരു കാരണക്കാരൻ നമ്മളാവാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതിന് വലിയ അണമുറിയാത്ത പ്രതിഫലമുണ്ട്. ഇവിടെ നിന്ന് വിട പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ വേണം. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലുപരി ഒക്കെ ആഗ്രഹിക്കണമെന്നറിയോ, നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ഒരു 100 തൗഹീദുള്ള ആളുകൾ ആ മയ്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ അള്ളാഹു അത് കൊടുത്തിട്ടില്ലാതെ ഇല്ല എന്നുള്ളതാണ്. നാളെ സോഷ്യൽ മീഡിയയുടെ ഏതെങ്കിലും ഒരു പേജിൽ നമ്മളുടെ ഇന്ന സഹോദരൻ മരിച്ചു എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലക്കാരനായ എൻ്റെ പേരിൽ ഒരു മരണ വാർത്ത നിങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഒന്നുമല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സഹോദരനാണല്ലോ, അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു എന്ന് പറയാൻ കൂടെ പ്രവർത്തിക്കുന്നവരിൽ ഒരു 100 തൗഹീദുള്ളവർ ഓടി വന്നിട്ട് ആ മയ്യത്തിന്റെ മുന്നിൽ കൈകെട്ടിയിട്ട് അല്ലാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതല്ല സ്വീകരിക്കാൻ അതൊരു കാരണമാണെങ്കിൽ അതിലുപരി എന്താ ഇനി ഈ ലോകത്ത് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ആ ഒരു ലക്ഷ്യമെങ്കിലും ഈ ഒരു കൂട്ടായ തെറ്റി നിന്ന് പിണങ്ങി നിന്ന് മാറി നിന്നിട്ട് ഇതൊന്നും ഇല്ലാത്തവരായിട്ട് നമ്മൾ പോകണം. ശൈത്താൻ പിടിച്ചു മാറ്റാനേ നോക്കുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ, അധ്വാനിക്കുക, നമ്മുടേതായ ഒരു അടയാളം ഇവിടെ പതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യണേ അള്ളാഹ്. സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അള്ളാഹ്. പരലോകത്ത് കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും മാറ്റല്ലേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا ولا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.